സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിന്റെ 70ാമത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസിനെ കേവലമായ ഒരു പഠന വിഷയത്തിനപ്പുറം ഒരു ജീവിത വീക്ഷണമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് സയൻസ് പീപ്പിൾ. ഡൽഹിയിലാണ് തുടക്കമെങ്കിലും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികളായ ശാസ്ത്ര തൽപരരാണ് സയൻസ് പീപ്പിൾ അംഗങ്ങൾ. സാധാരണ ജനങ്ങൾ മുതൽ വിദ്യാഭ്യാസം നേടിയവർ വരെ കപടശാസ്ത്രങ്ങളുടെ പിടിയിലാവുകയും ശാസ്ത്രവിരുദ്ധത അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ ശാസ്ത്രീയ മനോവൃത്തി വളർത്താൻ ശ്രമിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സയൻസ് സംസാരിക്കാനും ചർച്ച ചെയ്യാനും തുറന്ന വേദികൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സയൻസ് പീപ്പിൾ ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ആ പരമ്പരയിലെ 70ാമത്തെ പ്രഭാഷണം ഗ്രാവിറ്റിയെക്കുറിച്ചാണ്. ഗ്രാവിറ്റി ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണോ അതോ ഒരു എമർജന്റ് പ്രോപ്പർട്ടി ആണോ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പ്രഭാഷണത്തിൽ പ്രഭാഷകൻ വിശദമായി പറയുന്നതാണ്. എമർജന്റ് പ്രോപ്പർട്ടിയും ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മാത്രം ഞാനിവിടെ പറഞ്ഞു വയ്ക്കാം. തെർമോഡൈനാമിക്സിൽ നമ്മൾ വാതകങ്ങളുടെ പ്രോപ്പർട്ടികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എയറിന്റെ ടെമ്പറേച്ചർ, പ്രഷർ. എയർ ഈസ് മേഡപ്പ് ഓഫ് മോളിക്യൂൾസ് എൻറ്റയർലി ആൻഡ് നത്തിങ് എൽസ്. എയർ തന്മാത്രകൾ കൊണ്ട് മാത്രം ആണ് എയറിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ്. പക്ഷെ ഒരു വായു തന്മാത്രയെ എടുത്ത് അതിന്റെ ടെമ്പറേച്ചറോ പ്രഷറോ എന്താണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു തന്മാത്രയ്ക്ക് പ്രഷറും ഇല്ല, ടെമ്പറേച്ചറും ഇല്ല. അനേകം തന്മാത്രകളുടെ ഒരു കൂട്ടത്തിന് ആണ് ഈ പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. കാരണം ഈ തന്മാത്രകൾ തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ദ്രാവകങ്ങൾക്ക് വിസ്കോസിറ്റി ഉണ്ട്, വെറ്റ്നസ് ഉണ്ട്. പക്ഷെ ഒരു ജലതന്മാത്രയുടെ വെറ്റ്നസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ തന്മാത്രയ്ക്കല്ല, ആ ഒത്തിരി തന്മാത്രകൾ കൂടി ചേരുമ്പോഴുള്ള പദാർത്ഥത്തിന്റെ പ്രോപ്പർട്ടിയാണ് അത്. ഈ പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ ലെവലിലല്ല, അതിന്റെ മാക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. അതിനാണ് എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാവിറ്റിയുടെ കാര്യം അങ്ങനെയല്ല. പ്രപഞ്ചത്തിലെ ഏത് രണ്ട് ഒബ്ജക്റ്റുകൾ എടുത്താലും അത് മാസീവ് ഒബ്ജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ രണ്ട് കേവലമായ പാർട്ടിക്കിൾസ് ആണെങ്കിലും രണ്ട് പാർട്ടിക്കിൾസിനിടയ്ക്ക് ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട് എന്നാണ് ന്യൂട്ടോണിയൻ തിയറി അനുസരിച്ച് പറയുന്നത്. റിലേറ്റിവിറ്റിയിലാണെങ്കിൽ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആയിട്ടല്ല കണക്കാക്കുന്നതെങ്കിൽ അതും ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ്, എമർജന്റ് അല്ല. പക്ഷെ ഇന്ന് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം ഗ്രാവിറ്റിയെ മറ്റ് ഫോഴ്സുകളുമായിട്ട് യൂണിഫൈ ചെയ്യാൻ ഇതുവരെ ശരിയായ വിധത്തിൽ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു തിയറി ഓഫ് എവരിത്തിങ് ഇപ്പോഴും ഇല്ല. അതായത് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന തിയറി അതിൻ്റെ പൂർണ്ണമായ ലെവലിലല്ല. അപ്പോൾ ഗ്രാവിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന ചില ഗവേഷകര് മുന്നോട്ട് വെച്ച ചോദ്യമാണ് ഗ്രാവിറ്റിയും ഒരു എമർജന്റ് പ്രോപ്പർട്ടി ആണോ എന്ന്. ഈ ഫീൽഡിൽ വളരെ സുപ്രധാനമായ സംഭാവന ചെയ്ത ആളാണ് ലോകപ്രശസ്ത മലയാളി ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന പ്രൊഫസർ താണു പത്മനാഭൻ. അദ്ദേഹം മറ്റു ചിലരും ഈ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ വർക്കിനോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ ഹരീഷ് ടി. അപ്പൊ അവിടെയാണ് ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ബന്ധം വരുന്നത്. അതിനെക്കുറിച്ചും പ്രഭാഷണത്തിൽ ഹരീഷ് പറയുന്നതാണ്. ഹരീഷ് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്, തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് BSc കഴിഞ്ഞത്. MSc കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യൂസാറ്റിൽ നിന്ന്.
അതിന് ഇപ്പോൾ പോളണ്ടിലെ വാഴ്സയിൽ നാഷണൽ സെന്റർ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൽ PhD സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളിൽ പലർക്കും ഹരീഷിനെ അറിയാം. നമ്മുടെ ക്ലബ് ഹൗസ് ആക്ടിവിറ്റി ഉണ്ടായിരുന്ന സമയത്ത് ഹരീഷ് അതിനകത്ത് സ്ഥിരമായിട്ട് പങ്കെടുക്കുകയും വളരെ ആക്റ്റീവായിട്ട് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്, വളരെ കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്ന ആളാണ്. ഹരീഷിന്റെ സ്പെസിഫിക് റിസർച്ച് ഇൻട്രസ്റ്റ് കോസ്മോളജി, ഗ്രാവിറ്റേഷണൽ സ്ട്രോങ് ലെൻസിങ്, മെഷീൻ ലേണിംഗ് ഫോർ ലാർജ് സ്കെയിൽ സർവേസ്, ലോ സർഫേസ് ബ്രൈറ്റ്നസ് ഗാലക്സീസ് എന്നൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് ഞാൻ ഹരീഷിനെ സയൻസ് പീപ്പിളുടെ പേരിലും ഇവിടെയുള്ള എല്ലാ ശ്രോതാക്കളുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഹരീഷ്, പ്ലീസ് ടേക്ക് ഓവർ. താങ്ക് യു. നല്ലൊരു ഇൻട്രൊഡക്ഷൻ, നന്ദി. ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് പോവാണ്. എൻ്റെ സ്ക്രീൻ കാണാൻ കഴിയുന്നു? സ്ക്രീൻ കാണാം. അത് ഫുൾ സ്ക്രീൻ ആക്കിക്കോളൂ. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് സാറ് പറഞ്ഞ പോലെ എമർജന്റ് ഗ്രാവിറ്റി ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പൊ നമ്മൾ ഗ്രാവിറ്റി എന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കേട്ടതാണ്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കാലം തൊട്ട് നമ്മൾ കേട്ടേണ്ട സംഭവമാണ് ഈ ഗ്രാവിറ്റി. ആപ്പിൾ ഇട്ട താഴത്തോട്ട് പോകും, നമുക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ, എല്ലാവിധ ആസ്ട്രോഫിസിക്കൽ ബോഡീസ് മൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റി കാരണം കൊണ്ടാണ്. അപ്പൊ ഗ്രാവിറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തെർമോഡൈനാമിക്സ്, അതായത് ചൂട് ഇപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ റെവല്യൂഷൻസിൽ ഒന്നായിരുന്നു സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്. ഈ സ്റ്റീം എഞ്ചിന്റെ ഇതിനൊക്കെ കാരണമായതെന്ന് വെച്ചാൽ തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ്, അതായത് നമുക്ക് ചൂട് എങ്ങനെ റെഗുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ചൂടിന്റെ ആവിയന്ത്രം അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചൂട് എന്നുള്ള ഒരു എനർജി സോഴ്സിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്രദമായ യന്ത്രങ്ങളും ഉപകാരപ്രദമായ പ്രോസസ്സുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിക്കായിരുന്നു തെർമോഡൈനാമിക്സ് ഉണ്ടായി വന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സ് തമ്മിൽ നമ്മൾ ഇപ്പൊ 10ാം ക്ലാസ് വരെ നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഗ്രാവിറ്റിനെ പറ്റിയും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് രണ്ടും കൂടി കമ്പൈൻ, ഇത് തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ അതെന്നുള്ളത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് മലയാളി ശാസ്ത്രജ്ഞനായ താണു പത്മനാഭനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രാൻസിസ് സാർ ഓൾറെഡി പറഞ്ഞു, ഈ എമർജന്റ് ഗ്രാവിറ്റി എന്നുള്ളത് നമുക്കറിയാം ഒരു ഫോഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ആപ്പിൾ നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് പോകും. ആപ്പിൾ എന്നല്ല, എന്തൊരു സാധനം ഞാനിപ്പോ നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് പോകും. അത് ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം കൊണ്ടാണ് നമ്മൾ പറയാം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഗ്രാവിറ്റി ആണെന്നറിയാം. ഈ എമർജന്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ എമർജന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റൽ ലെവൽ അല്ലാത്ത ബൾക്ക് സ്കെയിൽ, അല്ലെങ്കിൽ അതായത് കുറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പോണൻസ് കൂടി ചേർന്നിട്ട് എമർജ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുക. അതായത് ഫണ്ടമെന്റൽ സ്കെയിലിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല, അത് എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ബൾക്ക് സ്കെയിൽ അല്ലെങ്കിൽ കുറെ ഒബ്ജക്ട്സ് കൂടി ചേരുമ്പോൾ മാത്രം അതിന് കൈവരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുക. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പൊ ഫ്രാൻസിസ് സാർ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറ്റ്നസ് എന്നുള്ള ഒരു ഫീൽ വരും. അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H2O മോളിക്യൂൾസ് ആണ്. അപ്പൊ H2O മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് ഈ വെള്ളം എന്നുള്ള, നമ്മൾ ഈ വെള്ളം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടാൽ നമുക്കറിയാം ഓക്കെ അതിന് തണുപ്പുണ്ടോ ചൂടുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ കയ്യിൽ എത്രത്തോളം വെറ്റാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് എമർജന്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ്. കാരണം അതിന് ഫണ്ടമെന്റൽ സ്കെയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ H2 എന്നുള്ള മോളിക്യൂളേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ H2O മോളിക്യൂൾ വരുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ കാരണം കൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ സ്കെയിൽ നടക്കുന്ന പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്കത് മാക്രോസ്കോപ്പിക്കലി, അതായത് നമുക്ക് മൈക്രോസ്കോപ്പിക് ആയി വെച്ച് നമുക്ക് അങ്ങോട്ട് പോകണമെന്നില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം ആയിട്ട് നമുക്ക് മാക്രോസ്കോപ്പിക്കലി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെയാണ് ഈ എമർജന്റ് പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഞാനിനി ഡയറക്റ്റ് ഇതിലേക്ക് പോവാം. ഗ്രാവിറ്റിനെ പറ്റി ആയതുകൊണ്ട് നമുക്ക് ഐസക് ന്യൂട്ടനെ പറ്റി പറയാണ്ട് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടൊരു ഇത് പറയാം, ഇൻട്രൊഡക്ഷൻ തരാണ്. അതായത് വളരെ നമ്മളെല്ലാവരും സുപരിചിതമായിട്ടുള്ള ഒരു കേട്ട പഴകിയൊരു കഥയാണ് ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ട് ആപ്പിൾ താഴോട്ട് വീണു, എന്തുകൊണ്ട് മോളിൽ പോയില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നില്ല. അങ്ങനെ ആലോചിച്ച് അദ്ദേഹം ഗ്രാവിറ്റി എന്നുള്ള, അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണം കൊണ്ടാണ്, ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം കൊണ്ടാണ് ആപ്പിൾ താഴോട്ട് വീണത്. അതുപോലെ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. അതുപോലെ സൂര്യന്റെ ഗ്രാവിറ്റി കാരണം കൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്.
അങ്ങനെ അദ്ദേഹം ആ തിയറി ഫോർമുലേറ്റ് ചെയ്യും. അതിന്റെ ഫോർമുലയായിട്ട് നമ്മൾ ഈ കാണുന്ന ഏത് രണ്ട് ഒബ്ജക്റ്റും അത് തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണലി അത് രണ്ടും പരസ്പരം അട്രാക്ട് ചെയ്യും. ആ അട്രാക്ട് ചെയ്യുന്നത് അതിന് രണ്ടിന്റെ മാസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എത്രത്തോളം മാസീവ് ആണോ അത്രത്തോളം അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലായിരിക്കും. അതുപോലെ അതിന്റെ ഡിസ്റ്റൻസിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എത്രത്തോളം അകലെയാണോ അത്രത്തോളം ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ അടുത്തുള്ള ഒബ്ജക്ട്സിനെ നല്ല രീതിക്ക് അട്രാക്ട് ചെയ്യും, അകലെയുള്ള ഒബ്ജക്ട്സിനെ കുറച്ച് കുറവായിട്ടായിരിക്കും അട്രാക്ട് ചെയ്യുക. അതുപോലെ എത്രത്തോളം മാസീവ് ആണോ അത്രത്തോളം അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും, എത്രത്തോളം മാസ് കുറവാണോ അത്രത്തോളം അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ ഇതായിരുന്നു ന്യൂട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രാവിറ്റി, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഈ ന്യൂട്ടന്റെ ഗ്രാവിറ്റി 1600 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 1600 1700 കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ആ ഒരു സെഞ്ചുറിയിലാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അതിന്റെ സക്സസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് വളരെ ചെറിയ ലെവൽ, അതായത് ആപ്പിൾ താഴോട്ട് വീഴുന്നത് മുതൽ ഈ സൂര്യൻ, ചന്ദ്രൻ, ജൂപ്പിറ്റർ, അങ്ങനെ എല്ലാവിധ ഗ്രഹങ്ങളും, അങ്ങനെ എല്ലാവിധ ഒബ്ജക്ട്സിന്റെയും മാത്തമാറ്റിക്കലി നമുക്ക് ഇതിന്റെ പാത്തുകൾ എങ്ങനെയായിരിക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു കല്ലെടുത്ത് ചുമ്മാ മുകളിലോട്ട് എറിയാണ്, അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ എറിയാണെന്ന് ഇരിക്കാം. അപ്പൊ ഈ കല്ല് എങ്ങനെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ കല്ല് എത്ര സമയം എയറിൽ തങ്ങി നിൽക്കും, അല്ലെങ്കിൽ ഏത് പോയിന്റ് വന്ന് വീഴും, നമുക്ക് ഇത് എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് സമുദ്രത്തിൽ ടൈഡ്സ് ഉണ്ടാവുന്നു, അതായത് വേലിയേറ്റം, വേലിയിറക്കം, ഇതെങ്ങനെ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്ടന്റെ തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളത് കാലങ്ങളോളം 10-20 കൊല്ലത്തെ ഒബ്സർവേഷൻ ഡാറ്റ വെച്ചിട്ട് കെപ്ലർ ഒരു 3 പ്ലാനറ്ററി ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 3 പ്ലാനറ്ററി ലോസ് മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ ഉപഗ്രഹങ്ങളുടെയും പാത്ത് എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതും ന്യൂട്ടന്റെ ഗ്രാവിറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇതായിട്ട് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്റ്റ്യൂണിന്റെ കണ്ടെടുത്താണ്. കാരണം ഈ യുറാനസ് എന്നുള്ള പ്ലാനറ്റ് നമ്മൾ നോക്കിയപ്പോൾ അതിന്റെ പാത്ത് നമ്മൾ അത്ര വിചാരിച്ച രീതിക്കല്ല പോകുന്നത്. ന്യൂട്ടന്റെ തിയറി പ്രിഡിക്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പാത്ത് അല്ലാതെ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് ന്യൂട്ടൺ പറഞ്ഞത് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വേറൊരു ഗ്രഹം കൂടി അവിടെ അതിന്റെ അടുത്തായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ പാത്ത് ഇത്രയും മാസീവായിട്ടുള്ള, ഇത്രയും അടുത്തായിട്ട് ഒരു ഗ്രഹം ഉണ്ടാവണം. അപ്പൊ ആ ഗ്രഹം ഉണ്ടെങ്കിലാണ് നെപ്റ്റ്യൂണിന്റെ പാത്ത് ഇങ്ങനെ പ്രശ്നമാവുള്ളൂ എന്നുള്ളതൊരു അസംഷൻ വിചാരിച്ചു. അങ്ങനെ ആ അസംഷൻ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ഡയറക്ഷനിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രഹത്തെ കാണാൻ പറ്റുന്ന വെച്ചിട്ട് അവർ ടെലിസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ അവരങ്ങനെ നെപ്റ്റ്യൂണെ കണ്ടുപിടിച്ചു. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ഒരു പുതിയ ഗ്രഹത്തെ ജസ്റ്റ് ഈ ന്യൂട്ടന്റെ തിയറി കറക്റ്റ് ആണെന്നുള്ള ഒരു ഒറ്റ അസംഷനിൽ നോക്കിയപ്പോൾ കിട്ടി. അപ്പൊ അതെന്ന് പറഞ്ഞൊരു പുതിയ ഗ്രഹം കണ്ടുപിടിക്കാൻ തന്നെ ഒരു കാരണമായി. അപ്പോൾ അങ്ങനെ നമുക്ക് പലവിധ, അതായത് ഈ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ന്യൂട്ടന്റെ ഗ്രാവിറ്റി തിയറി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. പക്ഷെ ന്യൂട്ടന്റെ തിയറിക്ക് 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറിയുടെ ഓർബിറ്റ്. അതായത് മെർക്കുറിയുടെ ഓർബിറ്റ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോ സോളാർ സിസ്റ്റം കണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം, സൂര്യന് ചുറ്റും ഒറ്റ എലിപ്റ്റിക്കൽ ആയിട്ടായിരിക്കും മൂണ്ട. എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മുട്ടയുടെ ഷേപ്പ്. അപ്പൊ ആ ഒരു മുട്ടയുടെ എക്സാക്ട്ലി മുട്ടയല്ല, പക്ഷെ സർക്കിൾ അല്ല, കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സൈഡ് 2 കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സർക്കിൾ ഷേപ്പിനാണ് നമ്മൾ എലിപ്സ് എന്ന് പറയാം. അപ്പൊ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് നമ്മൾ സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളുടെയും പാത്ത് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ മെർക്കുറിയുടെ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലിപ്സ് ആണ്, പക്ഷെ എലിപ്സ് ഇങ്ങനെ കടന്ന് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, എലിപ്സ് ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ശരിക്കും മെർക്കുറിയുടെ നമ്മൾ ഒബ്സർവേഷനിൽ കാണുന്ന പാത്ത്. ഇത് ഓരോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു എലിപ്സ് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിപ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഒരു ക്ലോസ്ഡ് ആവുന്നതിനേക്കാളും മുന്നേ അതിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറും, പിന്നെ അത് വേറെ അടുത്ത എലിപ്സ് ആവും. അങ്ങനെ ടോട്ടലി എലിപ്സ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറിയുടെ പാത്ത് ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു വോബ്ലിംഗ് എഫക്ട് ആയിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ന്യൂട്ടന്റെ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത ഏറ്റവും നല്ലൊരു ഗസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതന്നെയായിരുന്നു മറ്റേ നെപ്റ്റ്യൂണും പ്രശ്നം യുറാനസിനും പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ സോൾവ് ചെയ്യാന്ന് വെച്ചിട്ട് ഈ സൂര്യന്റെയും മെർക്കുറിയുടെയും ഇടയിലായിട്ട് വേറെ ഗ്രഹം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ പാത്തൊക്കെ വെച്ചിട്ട് ഈ ഗ്രഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഗ്രഹത്തിന്റെ പേര് ഓർമ്മയില്ല, അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പ്രെഡിക്ട് ചെയ്ത് നമ്മൾ കുറെ ടെലിസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ഗ്രഹത്തെ നോക്കി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അവസാനം നമ്മളത് ഗീവ് അപ്പ് ചെയ്തു. അപ്പൊ ന്യൂട്ടന്റെ തിയറിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്ത പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, 1905 ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഫോർമുലേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ലൈറ്റിനേക്കാളും സ്പീഡിൽ ഒന്നിനും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ന്യൂട്ടന്റെ തിയറി പ്രകാരം എല്ലാ ഫോഴ്സും അല്ലെങ്കിൽ എല്ലാ ഇന്ററാക്ഷൻസും ഇൻസ്റ്റന്റീനിയസ് ആണ്. അതായത് ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇത് 2 ബോഡീസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇൻസ്റ്റന്റീനിയസ് ആണ്. അപ്പൊ അതായത് ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാസ് എന്നുള്ളത് M1 എന്നുള്ളത് പെട്ടെന്ന് മാറ്റി, അല്ലെങ്കിൽ M1 എന്നുള്ളത് പൊട്ടിത്തെറിച്ചു, M1 അവിടെ ഇല്ലാണ്ടായി ഇരിക്കുക. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റീനിയസ്ലി ആ പൊട്ടിത്തെറിച്ച ഓൺ ദ മൊമെന്റ് തന്നെ
അതിന്റെ എഫക്റ്റ് ഈ M2 എന്ന് പറഞ്ഞ മാസിന് മേത്തുണ്ടാവും. പക്ഷെ എന്താ പറയാ, സ്പെഷ്യൽ റിലേറ്റിവിറ്റി വെച്ചിട്ട് ലൈറ്റിനേക്കാളും സ്പീഡിൽ ആ ഇൻഫോർമേഷൻ ട്രാവൽ ചെയ്യാൻ പാടില്ല. അപ്പോ ഇത് രണ്ടും ഒരു ന്യൂട്ടന്റെ തിയറിക്ക് ഒരു ചെറിയൊരു ഡിസഗ്രിമെന്റ് ആയിട്ട് വന്നതായിരുന്നു. അപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് തിയറി ആണെങ്കിൽ പോലും ഈ രണ്ട് ചെറിയ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമ്മൾ ന്യൂട്ടന്റെ തിയറിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, നമുക്ക് പുതിയതായിട്ടുള്ള കുറച്ചും കൂടെ ഒരു എന്താ പറയാ, നല്ലൊരു പുതിയ തിയറി, നമുക്കൊരു പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി വരുന്നത്. ആ ജനറൽ റിലേറ്റിവിറ്റി പ്രൊപ്പോസ് ചെയ്യാനായിട്ട് ഇതല്ലാതെ വേറെ പല മോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഐൻസ്റ്റീൻ എക്സാക്ട് മോട്ടിവേഷൻസ് അല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ് പറയുന്നത്. എക്സാക്ട്ലി ഐൻസ്റ്റീൻ്റെ മോട്ടിവേഷൻസ് മാത്രമല്ല, വേറെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂട്ടന്റെ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറൽ റിലേറ്റിവിറ്റിയിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പേസ് ടൈം എന്നുള്ളത് ഒരു ഫാബ്രിക് ആണ്. അതായത് സ്പേസും ടൈമും സെപ്പറേറ്റ് അല്ല, സ്പേസ് ടൈം എന്നുള്ളത് ഒരു ഫാബ്രിക് ആണ്. ഈ സ്പേസ് ടൈമിന്റെ അവിടെ ഒരു മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാരണം കൊണ്ട് സ്പേസ് ടൈം ഒരു കർവേച്ചർ ഉണ്ടാക്കും. ആ കർവേച്ചർ കാരണം കൊണ്ടാണ് ബോഡീസ് ഒക്കെ അങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇതായിരുന്നു GR പറഞ്ഞത്. കേൾക്കുമ്പോൾ ഇച്ചിരി ഇപ്പൊ കോംപ്ലക്സ് ആയിട്ട് തോന്നിയെങ്കിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു റബ്ബർ ഷീറ്റ് വിചാരിക്കാം. സിമ്പിൾ ആയിട്ട് ഒരു റബ്ബർ ഷീറ്റ് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചേക്കാണ്. ഈ റബ്ബർ ഷീറ്റിന്റെ നടുവിലായിട്ട് നമ്മളൊരു വലിയ ഒരു 100 കിലോ ഉള്ള ഒരു ബോൾ കൊണ്ടുവച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്തുണ്ടാവും, ഈ റബ്ബർ ഷീറ്റ് ആ ഭാഗത്ത് കുഴിയും. ഞാൻ ആ കുഴിഞ്ഞ ഈ 100 കിലോന്റെ അടുത്തുള്ള ഈ 100 കിലോ മാസമുള്ള ഒബ്ജക്റ്റിന്റെ അടുത്ത് ഞാനൊരു 10 കിലോ മാസമുള്ള വേറൊരു ഇരുമ്പിന്റെ ബോൾ എടുത്തിട്ട് ഞാൻ അതിന് ചുറ്റും ഇങ്ങനെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഇതിന്റെ ഈ 100 കിലോന് ചുറ്റും എന്തുണ്ടാവും, ഒരു കർവ് ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് ഒരു കുഴി ഉണ്ടാവല്ലോ. അപ്പൊ ആ കുഴിയുടെ ചുറ്റായിട്ട് ഈ 10 കിലോന്റെ ബോൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാനറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും ഗ്രാവിറ്റി എന്നുള്ള രീതിക്ക് പെർസീവ് ചെയ്യുന്നത് ഫുള്ള് ഇതുപോലത്തെ സ്പേസ് ടൈം കർവേച്ചർ ആണ്. അതായത് ഏതൊരു മാസികളുടെ ഒരു ബോഡിയും സ്പേസ് ടൈമിൽ ഒരു കർവേച്ചർ ഉണ്ടാക്കും. ആ കർവിൽ കൂടെ ബാക്കിയുള്ള മാസികളുടെ ബോഡീസ് മൂവ് ചെയ്യണതാണ് നമ്മൾ ഗ്രാവിറ്റി ആയിട്ട് പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ, ഇതാണ് അത് ഇക്വേഷൻ വൈസ് സൈഡ് മാത്തമാറ്റിക്കലി അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്താണ് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ഇച്ചിരി കോംപ്ലക്സ് ആണ്. അതായത് മാത്തമാറ്റിക്കലി ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പക്ഷെ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ടൈം, അതായത് ഈ GAB, ഇതിനെ നമ്മൾ ഐൻസ്റ്റീൻ ആൻസർ എന്നാണ് വിളിക്കുക. അപ്പൊ ഇതെന്നുള്ളത് ആ സ്പേസ് എത്രത്തോളം കർവ്ഡ് ആണെന്നുള്ളതിനെ ആണ് കാണിക്കുന്നത്. അതുപോലെ ഈ TAB എന്നുള്ളത് നമ്മൾ മാസ് എനർജി, അതായത് എത്രത്തോളം അവിടെ മാസ് ഉണ്ട്, എത്രത്തോളം എനർജി എന്നുള്ളതിന്റെ കണ്ടന്റ് ആണ് ഈ TAB. അപ്പോൾ ഇതെന്നുള്ളത് ഈ കർവേച്ചർ ഓഫ് സ്പേസ് ടൈമിനോട് പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആലോചിക്കുമ്പോൾ എത്രേ ഉള്ളൂ, ഇപ്പൊ വലിയ റബ്ബർ ഷീറ്റ് ഉണ്ട്, 100 കിലോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുഴി ഉണ്ടാവും. അതേസമയം 10 കിലോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കുഴിയായിരിക്കും. 500 കിലോ ആണെങ്കിൽ കുഴിയുടെ ഇത് കൂടുതലായിരിക്കും. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മാസ് ഉണ്ടോ അത്രത്തോളം അവിടെ തന്നെ ഉണ്ടാവും ആ കുഴി, അല്ലെങ്കിൽ എത്രത്തോളം ആ കർവേച്ചർ അതിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഐൻസ്റ്റീനും അതിനെ പറഞ്ഞുള്ളൂ. അത് കുറച്ചും കൂടെ എന്താ പറയാ, മാത്തമാറ്റിക്കലി എഴുതിയതാണ് ഈ ഒരു കാണുന്ന ഇക്വേഷൻ. ഇതിന്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ന്യൂട്ടന്റെ ഐൻസ്റ്റീൻ തിയറി വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജനറൽ റിലേറ്റിവിറ്റി വന്നുകൊണ്ട് ന്യൂട്ടന്റെ തിയറി തെറ്റായിരുന്നില്ല. അതായത് നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പാത്രം എടുക്കാം, അതായത് ഒരു കുഴിഞ്ഞൊരു പാത്രം എടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചീനച്ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഒരു ചട്ടി എടുക്കുക. ഈ ചട്ടി എടുത്തിട്ട് ചട്ടിയുടെ സൈഡിൽ നമ്മളൊരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്യും, താഴോട്ട് വീഴും. കാരണം സെൻട്രിക്ക് ആയിരിക്കും ഇതാവുക. അപ്പോൾ ഈ ചീനച്ചട്ടി അല്ലെങ്കിൽ ഈ ചട്ടി തന്നെ ഞാനതൊരു ഇൻവിസിബിൾ ആയിട്ടൊരു ചട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻവിസിബിൾ ആയിട്ടൊരു ചട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടി അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല ചട്ടി അവിടെ ഉള്ളത്. ആ ചട്ടിയുടെ സൈഡിൽ നമ്മളൊരു ബോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, ഇത് നമ്മൾ നേരെ താഴോട്ട് പോകും. അപ്പോൾ ഈ ചട്ടി കാണാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും എന്ത് ചെയ്യും, ആ ചട്ടി കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ബോൾ ഒരു പ്രത്യേകതരം മോഷൻ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മോഷൻ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ സർക്കുലർ ടൈപ്പ് മോഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ പാത്ത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിനൊരു പ്രഡിക്ഷൻ, അതായത് ഒരു ഇന്നർ ഫോർമുലയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ രീതിക്കൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂട്ടൺ അതാണ് ചെയ്തത്. അതിന്റെ പാത്ത് ഇന്നൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതാണ് അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പാത്ത് എന്നുള്ള രീതിക്കാണ് ന്യൂട്ടൺ ചെയ്തത്. ഇനി ഐൻസ്റ്റീൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐൻസ്റ്റീൻ അവിടുത്തെ ചട്ടി കൊണ്ടു, അതായത് അവിടെ പ്രത്യേകിച്ച് വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ് ഒന്നും ഇല്ല, അവിടുത്തെ ആ കർവേച്ചർ കാരണം കൊണ്ടാണ് ആ ബോൾ അങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടണും ഐൻസ്റ്റീനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസമാണ്. അതായത് ന്യൂട്ടൺ അതൊരു മാത്തമാറ്റിക്കൽ ആയിട്ട് ഇന്ററാക്ഷൻ ആയിട്ട് പറഞ്ഞു. ഐൻസ്റ്റീൻ എന്തുകൊണ്ട് അവിടെ ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു, അത് സിമ്പിൾ ആയിട്ട് ഒരു കർവേച്ചർ കാരണം കൊണ്ടാണെന്നുള്ളത് ഫിസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് GR വരുന്നത്. ജിആറിന്റെ അടുത്ത
അതായത് ജിആർ പ്രെഡിക്ട് ചെയ്ത സമയത്ത് ജിആറിന്റെ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അതിന് കുറെ അധികം വിയേർഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറെ വിയേർഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ഉണ്ട്. അതായത് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അടുത്ത് നമുക്ക് ടൈം സ്ലോ ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയാ, ബ്ലാക്ക് ഹോൾസ് എന്നുള്ള ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല പല വിയേർഡ് ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല രീതിക്കുള്ള പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു ജനറൽ റിലേറ്റിവിറ്റിക്ക്. അതിൽ ആദ്യത്തെ ഈ ജിആർ ആദ്യം പ്രപ്പോസ് ചെയ്തപ്പോൾ ഐൻസ്റ്റീൻ തന്നെ പ്രപ്പോസ് ചെയ്ത ആദ്യത്തെ 3 ടെസ്റ്റാണ് ഈ ആദ്യത്തെ ഈ 3. അതായത് ആള് പറഞ്ഞു ജിആർ വെച്ചിട്ട് നമുക്ക് നേരത്തെ ന്യൂട്ടന്റെ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മെർക്കുറിയുടെ പൊസിഷൻ അല്ലെങ്കിൽ മെർക്കുറിയുടെ പാത്ത് നമുക്ക് എക്സാക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ലൈറ്റ് ഡിഫ്ലക്റ്റഡ് ആവും. അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്റ്റാറിൽ നിന്ന് ലൈറ്റ് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും സൂര്യൻ ഉണ്ടെങ്കിൽ ഈ സൂര്യന്റെ മാസ് കാരണം കൊണ്ട് ഈ ലൈറ്റിന്റെ പാത്ത് ബെൻഡ് ചെയ്യും. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ടൈം എന്താ കർവ്ഡ്. അപ്പൊ ഇവിടെ ഒരു കർവേച്ചർ വരും ഈ സൂര്യന്റെ മാസ് കാരണം കൊണ്ട്. അപ്പൊ ഈ കർവേച്ചർ കാരണം കൊണ്ട് ഇവിടുത്തെ ലൈറ്റ് പാത്ത് ബെൻഡ് ചെയ്യും. നമുക്ക് ഈ ബെൻഡിങ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. 1919 ആർതർ എഡിങ്ടൺ ഇത് മെഷർ ചെയ്തു. ഐൻസ്റ്റീന്റെ തിയറി പ്രഡിക്ട് ചെയ്ത രീതിക്കായിരുന്നു ഒബ്സർവേഷൻസ്. അപ്പൊ അതൊരു സക്സസ്ഫുള്ളി നമ്മളത് ഒബ്സർവ് ചെയ്തു. അത് കഴിഞ്ഞ് 3ാമത്തെ ടെസ്റ്റ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് റെഡ് ഷിഫ്റ്റഡ് ആവും. അതായത് ഇത്രേ ഉള്ളൂ, ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന് ലൈറ്റ് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ലൈറ്റിന്റെ എനർജി കുറച്ച് നഷ്ടപ്പെടും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഗ്രാവിറ്റേഷൻ ഇന്ററാക്ഷന് രക്ഷപ്പെടാൻ വേണ്ടി ലൈറ്റ് നോക്കുമ്പോൾ ലൈറ്റിനെ കുറച്ച് എനർജി ലൂസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. 1971 സിറിയസ് ബി എന്നുള്ള സ്റ്റാറിൽ നിന്ന് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റി. അത് അതിന് മുന്നേ മെഷർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്രത്തോളം എന്താ പറയാ, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് അത്ര അടിപൊളിയല്ല, അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്താ പറയാ പഴിയേക്കേണ്ടി വന്നു. അത് കാരണം കൊണ്ട് അത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. 1971 അത് കൺഫേം ചെയ്തു. ഈ 3 ടെസ്റ്റും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ് ജനറൽ റിലേറ്റിവിറ്റി ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യാനായിട്ട്. ഇത് 3 നമ്മൾ വെരിഫൈ ചെയ്തു. അതല്ലാതെ തന്നെ വേറെ പല ഗ്രാവിറ്റേഷൻ ഈ അടുത്തായിട്ട് 2015 ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ള ഫിനോമിന നമ്മൾ ഒബ്സർവ് ചെയ്തു. അതുപോലെ നമ്മൾ ബ്ലാക്ക് ഹോൾസിന്റെ ഒബ്സർവ് ചെയ്തു. ബ്ലാക്ക് ഹോൾസ് ഈ അടുത്തായിട്ട് ബ്ലാക്ക് ഹോൾസിന്റെ ഫോട്ടോ വരെ നമ്മൾ എടുത്തു. അതുപോലെ വേറെ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ റിങ്സ്, ഐൻസ്റ്റീൻ ക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലെൻസിങ്, ഗ്രാവിറ്റേഷണൽ സ്ട്രോങ് ലെൻസിങ് എഫക്ട്സ് കൊണ്ട്. അതായത് ഈ ലെഫ്റ്റ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെൻസിങ് എഫക്ട് ആണ്. ഇത് ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്ററിലുള്ളത് ഒരു വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഗാലക്സിയാണ്. ഈ ഗാലക്സിയുടെ തൊട്ടു ബാക്കിലുള്ളത് വേറൊരു മാസീവ് ആയിട്ടുള്ള ഗാലക്സിയാണ്. ഈ ഗാലക്സിയുടെ പ്രസൻസ് കാരണം കൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ലൈറ്റ് ബെൻഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്ത ലൈറ്റ് ആണ് നമുക്ക് ഈ ഒരു കർവ് പോലെ കാണാൻ പറ്റുന്നത്. അപ്പോ ഇങ്ങനെ പല പല ഒബ്സർവേഷൻസും ജനറൽ റിലേറ്റിവിറ്റി പ്രഡിക്ട് ചെയ്തു. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൽ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞതാണ് ഈ ടൈം ഡിലേഷൻ എന്നുള്ള സംഭവം നമ്മൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടൊരു വഴിയിലാണ്. അതായത് ഇപ്പൊ നമ്മളൊരു ചൂടുള്ളൊരു സ്ഥലത്ത് ചൂടുള്ളൊരു പാത്രത്തിന്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് 1 മിനിറ്റ് തന്നെ ചിലപ്പോൾ നമുക്ക് 30 മിനിറ്റ് ആയിട്ട് തോന്നും. അതേസമയം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ കാര്യം ചെയ്യുകയാണെന്ന് ഇരിക്കുക, നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഭയങ്കര തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്കത് യുഗങ്ങളോളം തോന്നും. അതേസമയം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നമ്മൾ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളൊരു ബാംഗ്ലൂർ പെങ്കച്ചിനോട് സംസാരിക്കുന്നതാണ് ഐൻസ്റ്റീൻ ഓർമ്മിച്ചത്. അത് തന്നെ വേണമെന്നില്ല, നമ്മൾ ഒരു മൊബൈൽ ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് ടൂർ പോയേക്കാണ്. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ചിലപ്പോൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയാൽ തോന്നും. അപ്പൊ ടൈം റിലേറ്റീവ് എന്നുള്ളത് അദ്ദേഹം ജസ്റ്റ് ഒരു പോയിട്രി അല്ല, കുറച്ചൊരു കാവ്യാത്മകമായ രീതിക്ക് പറഞ്ഞതാണ്. പക്ഷെ ഈ ടൈം എന്നുള്ളതും റിലേറ്റീവ് ആയിട്ടാണ് ഓരോ ഒബ്സർവറും പെർസീവ് ചെയ്യുക. ഇതൊക്കെ ഐൻസ്റ്റീന്റെ പ്രഡിക്ഷൻസ് ആയിരുന്നു. അതൊക്കെ നമ്മൾ ഒബ്സർവേഷനിൽ വെരിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വെച്ച് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അതായത് ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഐൻസ്റ്റീൻ സംഭവം എല്ലാം പറഞ്ഞു. പക്ഷെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിയറി വരുന്നത് കൊണ്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യും. ഐൻസ്റ്റീനെ പ്രഡിക്ട് ചെയ്ത ജനറൽ റിലേറ്റിവിറ്റിയുടെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ടൈം സിംഗുലാരിറ്റീസ് അത് പ്രിഡിക്ട് ചെയ്യും. അതായത് വളരെ വളരെ മാസീവ് ആയുള്ള ഒരു ഒബ്ജക്ട് വരികയാണെങ്കിൽ ആ വളരെ മാസീവ് ആയുള്ള ഒബ്ജക്റ്റിന് ഒരു മാസിനേക്കാളും ഒരു നിശ്ചിത ഏരിയയിൽ അല്ലെങ്കിൽ നിശ്ചിത ഒരു വോള്യത്തിൽ ഒരു പർട്ടിക്കുലർ മാസിനേക്കാളും കൂടുതലായിട്ടുള്ള മാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് അതിന് തന്നെ താങ്ങാൻ പറ്റാതെ അത് പരസ്പരം അട്രാക്ട് ചെയ്ത് ഉള്ളിലേക്ക് സ്പേസ് ടൈം സിംഗുലാരിറ്റി ഉണ്ടാവും. നമ്മൾ ആ സ്പേസ് ടൈം സിംഗുലാരിറ്റി നമ്മൾ ബ്ലാക്ക് ഹോൾ എന്നുള്ള രീതിക്ക് നമ്മൾ പൊതുവെ പോപ്പുലർ ആയിട്ടുള്ള ഇതിൽ നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയാം. ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിന്റെ എന്താണ് ഇത്, ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലത്തെ ഫിസിക്സ് എങ്ങനെയാണ്, ഇത് ആർക്കും ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ എന്താ പറയാ, ബ്ലാക്ക് ഹോളിന്റെ ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇമ്പോസിബിൾ ആണ്.
അപ്പൊ അതുപോലെ തന്നെ സ്പേസ് ടൈമിൽ ഈ പറഞ്ഞാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ന്യൂട്ടന്റെ തിയറിയിൽ നമുക്ക് ബൈ ആർ സ്ക്വയർ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഈ ആറിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്നുള്ളത് ഇൻഫിനൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് വരാൻ പാടില്ല. അപ്പോ അതാണ് മാത്തമാറ്റിക്കലി അത് ജനറേറ്റീവിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസ് ടൈം സിംഗുലർ, അതായത് ഇൻഫിനിറ്റീസ് പ്രൊഡിക്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. അതുപോലെ തന്നെ ജനറേറ്റിവിറ്റിയുടെ അടുത്ത പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ. അതായത് നമ്മളെല്ലാ സാധനവും നമ്മുടെ അറ്റ് ദ മൊമെന്റിലുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ഫിനോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഗ്രാവിറ്റി ഒഴിച്ച് നമുക്ക് ബാക്കി കാണുന്ന എല്ലാ ഫിനോമിനാസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടം ഫിസിക്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ജനറലേറ്റിവിറ്റി ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ലെവലിൽ ജനറലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഉണ്ടാക്കിയ എല്ലാ തിയറീസും ഫെയിൽഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ജനറലേറ്റിവിറ്റിക്ക് ഒരിക്കലും നമുക്ക് ഇതുവരെ നമുക്ക് ക്വാണ്ടൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർസ്പെക്റ്റീവ് ആണ്. ചിലവർക്ക് ഇതൊരു പ്രശ്നമാണ്, ചിലവർക്ക് ഇതൊരു പ്രശ്നമല്ല. അതായത് ജനറലേറ്റിവിറ്റി ശരിയാണെന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാർക്ക് ഡാർക്ക് മാറ്റർ എന്നുള്ള ഒരു എക്സോട്ടിക് ടൈപ്പ് മാറ്റർ ഉണ്ട്, ഡാർക്ക് എനർജി എന്നുള്ള എക്സോട്ടിക് ടൈപ്പ് എനർജി കണ്ടന്റ് യൂണിവേഴ്സിൽ ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത് അതെന്താണെന്ന് അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും പ്രൊഡിക്ട് ചെയ്യുന്നത് ജനറലേറ്റിവിറ്റിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല രീതിക്കുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ പോയിന്റ് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പലരും പല രീതിക്കുള്ള സൊല്യൂഷൻസ് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പിക്ചർ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് GR കറക്റ്റ് ആണ്, ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ ഒബ്ജക്ട്സും നമ്മളിപ്പോ അറിയുന്നത്, നമുക്ക് ഇത്രയും കാലം അറിയാവുന്ന എല്ലാ നോളജും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂണിവേഴ്സിന്റെ വെറും 5% കണ്ടന്റിന് മാത്രമാണ്. ബാക്കി 95% യൂണിവേഴ്സിന്റെ കണ്ടന്റിന് നമുക്ക് ഒന്നും അറിയാൻ പാടില്ല. അതിലൊരു 73% അല്ലെങ്കിൽ ഒരു 70% എന്നുള്ളത് ഡാർക്ക് എനർജി എന്നുള്ളൊരു കണ്ടന്റ് ആണ്. അതുപോലെ 23 അല്ലെങ്കിൽ 25% അടുത്ത് വരുന്നത് ഡാർക്ക് മാറ്റർ എന്നുള്ള കണ്ടന്റ് ആണ്. അപ്പോൾ ഈ ഇതെന്നുള്ളത് എന്താണ് ഏതാണെന്നുള്ളത് നമ്മളിപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെയാണ് ഇനി മോഡിഫൈഡ് ഗ്രാവിറ്റി തിയറീസ് വരുന്നത്. അതായത് ഇതെന്താണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും പല രീതിക്കുള്ള പല പല ഫോർമുലേഷൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഈ ഒരു അപ്രോച്ചാണ്, എമർജന്റ് അപ്രോച്ച് എന്നുള്ള ഈ ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും തിയറീസ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങളോട് നടക്കുന്നുണ്ട്. ഇതിലൊരു ചെറിയൊരു അപ്രോച്ച് അല്ലെങ്കിൽ ഇതിലൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് താണുപത്മനാഭന്റെ. താണുപത്മനാഭന്റെ അപ്രോച്ചിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗ്രാവിറ്റി ക്വാണ്ടൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ അതുപോലെ തന്നെ യൂണിവേഴ്സ് എന്തുകൊണ്ട് സ്പെഷ്യലി ഫ്ലാറ്റ് ആവുന്നു, അങ്ങനത്തെ എന്താ പറയാ നമുക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വളരെ വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് താണുപത്മനാഭന്റെ അപ്രോച്ചിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും അതും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ ഒബ്സർവേഷനിൽ വെരിഫൈ ചെയ്തില്ല. ഇത് ഇത്രയും മോഡിഫൈഡ് ഗ്രാവിറ്റി തിയറീസ് ഉണ്ടെങ്കിലും അറ്റ് ദ മൊമെന്റ് വെച്ചിട്ട് ഇപ്പോഴും നമ്മൾ ഗ്രാവിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് തിയറി നമ്മൾ എടുക്കുന്നത് ജനറലേറ്റിവിറ്റി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒബ്സർവേഷണൽ ആയിട്ടുള്ള വാല്യൂസ്, ഒബ്സർവേഷൻസ് വെച്ചിട്ട് എല്ലാ സ്കെയിലും ഒരേപോലെ വെരിഫൈഡ് ആയിട്ടുള്ളത് ജനറലേറ്റിവിറ്റി ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇതിൽ ഏത് തിയറി ആയിരിക്കും ശരി എന്നുള്ളത് നമുക്ക് വരും കാലത്തിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി എമർജന്റ് അപ്രോച്ചിലേക്ക് പോകാം. വേറൊരു കാര്യം കൂടി പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ആദ്യം പറഞ്ഞു ന്യൂട്ടൺ ഇങ്ങനെ പറഞ്ഞു, അത് ഐൻസ്റ്റീൻ തെറ്റാന്ന് പ്രൂവ് ചെയ്തു. ഐൻസ്റ്റീൻ തെറ്റാന്നുള്ളത് ഇനി കുറച്ചാൾ കഴിയുമ്പോൾ വേറെ അടുത്ത തിയറി വരുമ്പോൾ തെറ്റാന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ ഇത് തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ എന്താണ് ശരിക്കും ഒരു ആബ്സലൂട്ട് ആയിട്ടൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആബ്സലൂട്ട് ആയിട്ടൊരു സത്യം ഉണ്ട്. ആ സത്യത്തിന്റെ പാർഷ്യലായിട്ട് ഓരോ പാർട്ടാണ് നമ്മൾ ഓരോ പോയിന്റിലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ, ഐൻസ്റ്റീൻ ശരിയാണെന്ന് വെച്ചാൽ ന്യൂട്ടൺ കംപ്ലീറ്റ്ലി തെറ്റായിരുന്നല്ല. ന്യൂട്ടന്റെ തിയറി ഒരു അപ്രോക്സിമേഷൻ ആയിരുന്നു, അതായത് നല്ലൊരു അപ്രോക്സിമേഷൻ ആയിരുന്നു. പക്ഷെ സ്പെസിഫിക് സ്കെയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് കാര്യങ്ങളിൽ ന്യൂട്ടന്റെ തിയറി വർക്ക് ആവില്ല. അപ്പൊ അതിനർത്ഥം ന്യൂട്ടന്റെ തിയറി തെറ്റാന്നല്ല, ന്യൂട്ടന്റെ തിയറി റിയാലിറ്റിയുടെ ഒരു അപ്രോക്സിമേഷൻ ആണ്. അതുപോലെ തന്നെ ഐൻസ്റ്റീന്റെ തിയറിയും റിയാലിറ്റിയുടെ ഒരു ബെറ്റർ അപ്രോക്സിമേഷൻ ആണ്. അപ്പൊ ഇനിയൊരു തിയറി വന്നു കഴിഞ്ഞാൽ അതെന്നുള്ളത് ഐൻസ്റ്റീന്റെ തിയറിനേക്കാളും റിയാലിറ്റിയോട് ഒരു ബെറ്റർ അപ്രോക്സിമേഷൻ ആയിരിക്കും. അല്ലാതെ ഐൻസ്റ്റീൻ തെറ്റാണെന്നോ അല്ലെങ്കിൽ ന്യൂട്ടൺ തെറ്റാണെന്നല്ല അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. ഈ തെർമോഡൈനാമിക്സ് എവിടേക്ക് കയറി വരണമെന്ന് പറയാം നമുക്ക്. അതായത് ഈ ഗ്രാവിറ്റീനെ ആദ്യമായിട്ട് ഗ്രാവിറ്റിയും ക്വാണ്ടം എഫക്ട്സ് നമ്മൾ ആദ്യമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കിയ ഒരാൾ സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിംഗ് ബ്ലാക്ക് ഹോൾസിനെ പറ്റി പഠിച്ച സമയത്ത് സ്റ്റീഫൻ ഹോക്കിംഗ് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ഹോൾസ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ലൈറ്റിനെ പോലെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഈ ബ്ലാക്ക് ഹോൾസ്. ബ്ലാക്ക് ഹോൾസിന് ഒരു ഹൊറൈസൺ ഉണ്ട്. ഇതാണ് ബ്ലാക്ക് ഹോൾസിന്റെ ഹൊറൈസൺ ആയിട്ട് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ ഹൊറൈസന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണെങ്കിലും അതിന് തിരിച്ചു വരാൻ പറ്റില്ല, കാരണം അത്രയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്ഷൻ അതിന് കൂടുതലാണ്. അപ്പൊ അതായത് ബ്ലാക്ക് ഹോളിൽ നിന്ന് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹോക്കിംഗ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി ആൻഡ് തിയററ്റിക്കലി
അതിന്റെ ക്വാണ്ടം എഫക്ട്സ് അനലൈസ് ചെയ്തിട്ട് അതായത് ഈ ഹൊറൈസന്റെ സർഫസിലുള്ള ക്വാണ്ടം എഫക്ട്സ് അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അല്ലെങ്കിൽ അദ്ദേഹം പ്രെഡിക്ട് ചെയ്തു, ഈ ബ്ലാക്ക് ഹോൾസ് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പൊ ഈ റേഡിയേഷൻ എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഈ ഇതാണ് ഹൊറൈസൺ, അതായത് ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, എല്ലാം ഉള്ളിൽ പോകും, അതായത് ഒന്നിനും പുറത്തേക്ക് വരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സർഫസിന്റെ തൊട്ടപ്പുറത്ത്, അതായത് ഈ ബ്ലാക്ക് ഹോൾസിന്റെ തൊട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഈ വാക്വം ആണുള്ളത്, അതായത് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി അവിടെ എം ടി സ്പേസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ എം ടി ആയിട്ടുള്ള സ്പേസ് ആണെങ്കിലും നമ്മുടെ അൺസർട്ടനിറ്റി കണ്ടീഷൻ കാരണം കൊണ്ട് എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി വാക്കായിരിക്കില്ല, അവിടെ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ആവുകയും അനിഹിലേറ്റഡ് ഉണ്ടാവും. അതായത് ക്രിയേറ്റ് ആയ അറ്റ് ദ മൊമെന്റ് തന്നെ വളരെ ചെറിയൊരു മൊമെന്റ് ഷോർട്ട് ടൈമിൽ നിന്ന് ജീവിച്ചിട്ട് അതപ്പം തന്നെ അനിഹിലേറ്റ്, അതായത് രണ്ടും കൂടി കൂടി ചേർന്ന് വീണ്ടും എനർജിയായി മാറും, എനർജി വീണ്ടും സ്പ്ലിറ്റ് ആയി പാർട്ടിക്കിളായി മാറും, വീണ്ടും പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് എനർജിയായി മാറും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ചുറ്റും എന്താ പറയുക, ഏത് വേക്കത്തിലാണെങ്കിലും ഏത് വേക്കം സ്പേസിലാണെങ്കിലും ഈ സാധനം നടക്കുന്നതാണ്. നമ്മളിതിനെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ സർഫസിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ സർഫസിന്റെ അടുത്ത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്ന നേരത്ത് ഈ ബ്ലാക്ക് ഹോളിന്റെ സർഫസിന് തൊട്ടപ്പുറത്ത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിയേറ്റ് ആവുന്നത് ഓരോ പ്രാവശ്യം ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ക്രിയേറ്റ് ആവുക 2 പാർട്ടിക്കിൾ ആയിരിക്കും. ഈ 2 പാർട്ടിക്കിളിൽ ഒരു പാർട്ടിക്കിൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സർഫസിന്റെ അല്ലെങ്കിൽ ഹൊറൈസന്റെ ഉള്ളിലേക്ക് വീഴും. അപ്പൊ മറ്റേ പാർട്ടിക്കിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വീണ്ടും കൂടിച്ചേരാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരിക്കലും പുറത്തു വരാൻ പറ്റില്ല. അപ്പൊ മറ്റേ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അതിന്റെ സർഫസ് ലീവ് ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ഉള്ളിലേക്ക് പോയ പാർട്ടിക്കിളിനെ പറ്റി നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റില്ല. നമ്മൾ കാണാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിന്റെ സർഫസിൽ നിന്ന് കുറെ പാർട്ടിക്കിൾസ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റേഡിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെമ്പറേച്ചർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഒരു എൻട്രോപ്പി നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്താ പറയാ, ഈ ടെമ്പറേച്ചറും എൻട്രോപ്പിയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾസിന് ഒരു തെർമോഡൈനാമിക് ലോസ് നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1973 ഹോക്കിങ്ങും ബാർഡീനും അതുപോലെ തന്നെ കാർട്ടറും കൂടിയിട്ട് ബ്ലാക്ക് ഹോൾസിന് 4 ലോസ് ഓഫ് ബ്ലാക്ക് ഹോൾ തെർമോഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്നുള്ളത് ഒരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് റിസൾട്ട് ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ് എന്താ പറയാ ഒരു നല്ല അതായത് ജനറൽ റിലേറ്റിവിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത്. ഇത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോക്കിംഗ് റേഡിയേഷൻ ഇപ്പോഴും നമ്മളൊരു തിയറട്ടിക്കൽ എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഇതുവരെ ഇതിന് പ്രൂഫ് കാരണം കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവുള്ളത്. നമ്മളിപ്പോഴും അത് പക്ഷേ അത് ശരിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താ പറയുക, ഹോക്കിംഗ് റേഡിയേഷൻ എക്സിസ്റ്റ് ചെയ്യാൻ തിയറട്ടിക്കലി അത് കറക്റ്റ് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒബ്സർവേഷനിൽ നമ്മൾ ഇത് ഇപ്പോഴും വെരിഫൈ ചെയ്തിട്ടില്ല. അതിപ്പോഴും കുറച്ചാൾ എപ്പോഴെങ്കിലും നമ്മൾ ഭാവിയിൽ നമ്മളത് വെരിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനി ഇതെന്നുള്ളത് ബ്ലാക്ക് ഹോൾസിനെ പറ്റിയായിരുന്നു. അപ്പൊ ഈ ബ്ലാക്ക് ഹോൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ നമുക്ക് എന്താ നടക്കണമെന്ന് അറിയില്ല. നമുക്ക് ആകെ ബ്ലാക്ക് ഹോളിനെ പറ്റി അറിയാം ഈ ഹൊറൈസൺ ആണ്. അതായത് ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ വെച്ചാൽ, ഹൊറൈസൺ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറൈസണിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഹൊറൈസൺ എന്ന് പറഞ്ഞ ഒരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബൗണ്ടറി ഉള്ള റീജിയനാണ് നമ്മൾ ഹൊറൈസൺ എന്ന് വിളിക്കുക. അതായത് ഒരു ബൗണ്ടറി, അത്രേ ഉള്ളൂ നമ്മൾ ഹൊറൈസൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഹോൾസിന്റെ കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന്റെ നമ്മളിവിടെ ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആക്സലറേറ്റഡ് ആയിട്ട് ഒബ്സർവർ, അതായത് നമ്മൾ കാറിൽ പോകുന്ന നേരത്ത് നമുക്ക് വെലോസിറ്റി ഉണ്ട്, നമ്മളൊരു യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കാറിൽ നമ്മൾ പോകുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ആക്സലറേറ്റഡ് ആയിട്ട് ഒബ്സർവറും ഇതുപോലെ തന്നെ ആൾക്ക് ചുറ്റും ഒരു ഹൊറൈസൺ ഉണ്ടാവും. അതായത് ആ ഹൊറൈസണിന്റെ പുറത്തേക്ക് ഉള്ളൊരു ഇൻഫോർമേഷനും ആൾക്ക് ഒരിക്കലും എത്തില്ല. ഒരു യൂണിഫോം ആക്സലറേഷൻ ഒരാൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ചുറ്റും നമുക്കൊരു ഹൊറൈസൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഹൊറൈസൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൊറൈസണിനും നേരത്തെ മറ്റേ ബ്ലാക്ക് ഹോൾസിൽ കണ്ട പോലെ ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ കണ്ട ബ്ലാക്ക് ഹോൾസ് പറഞ്ഞാൽ ഭയങ്കര എക്സോട്ടിക് ആയുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു, നമുക്ക് റിയൽ ലൈഫിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ ആക്സലറേറ്റിംഗ് ആയിട്ട് ഒരു ഒബ്സർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കാണുന്ന ഒരു സംഭവമാണ്. അതായത് ഏതൊരു ആക്സലറേറ്റിംഗ് ഒബ്സർവർക്കും അതിന് ചുറ്റും ഒരു ഹൊറൈസൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഹൊറൈസണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ടെമ്പറേച്ചർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എന്താ, സ്പേസ് ടൈമിലെ ഒരു ബൗണ്ടറിയാണ്. അതായത് ഈ ചുറ്റുമുള്ള സ്പേസ് ടൈമിന്റെ ഈ ഒരു ബൗണ്ടറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറൈസൺ എന്ന് പറയുന്നത്. ഈ സ്പേസ് ടൈം ആണ് ശരിക്കും അവിടെ ഈ ടെമ്പറേച്ചർ എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്പേസ് ടൈമിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ടെമ്പറേച്ചർ അസോസിയേറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ടൈമിലാണ് അവിടെ എന്ത് വരുന്നത്, ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ എൻട്രോപ്പി എന്നുള്ളൊരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് 1995 ടെഡ് ജേക്കബ്സൺ
ഈ ഹൊറൈസണിന്റെ എൻട്രോപ്പിയും അതുപോലെ തന്നെ ഹൊറൈസണിന്റെ ടെമ്പറേച്ചറും അസോസിയേറ്റഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഷ്യസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് തെർമോഡൈനാമിക്സിൽ ഭയങ്കര ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഭയങ്കര ബേസിക് ആയിട്ടുള്ള റിലേഷൻ ആണ് ക്ലോഷ്യസ് റിലേഷൻ. അതായത് ഇത് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ്, അതായത് നമ്മൾ ചൂട് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ ക്യൂ എന്നുള്ള സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെൽറ്റ ക്യൂ എന്നുള്ളത് ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യും, അതായത് ടെമ്പറേച്ചറിനോടും അതുപോലെ എൻട്രോപ്പിയുടെ ചേഞ്ചിനോടും പ്രൊപ്പോർഷൻ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതെന്നുള്ളത് 1995 ടെഡ് ജേക്കബ്സൺ പ്രൂവ് ചെയ്തു. അതായത് ബ്ലാക്ക് ഹോൾസിനല്ല, ഒരു ആക്സിലറേറ്റിംഗ് ഒബ്സർവർക്ക് ഈ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു ഇതാക്കി. അതുപോലെ തന്നെ ഇത് 95-ലായിരുന്നു. പിന്നീട് 2003 ആ ഒരു കാലഘട്ടത്തിലായിട്ട് താണു പത്മനാഭനും ഇത് പ്രൂവ് ചെയ്ത് ജനറൽ റിലേറ്റിവിറ്റിക്കായിരുന്നു പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താണു പത്മനാഭൻ ഇതേ റിസൾട്ട്, അതായത് ഐൻസ്റ്റീന്റെ ഫീൽഡ് ഇക്വേഷൻസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് റീറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്താ പറയാ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇതുപോലെ നമുക്ക് ജനറലേറ്റിവിറ്റിയുടെ ഇക്വേഷൻസ്, ജനറലേറ്റിവിറ്റിയുടെ നമ്മൾ നേരത്തെ കണ്ട എനർജി മാറ്റർ ഒക്കെ വെച്ച് നമ്മൾ ടെൻസർ ഒക്കെ വെച്ച് നമ്മൾ കണ്ട ഇക്വേഷൻസ് തെർമോഡൈനാമിക്കലി നമുക്ക് റീറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് താണു പത്മനാഭൻ പിന്നീട് പ്രൂവ് ചെയ്തു. അവിടെ നിന്നാണ് താണു പത്മനാഭന്റെ അപ്രോച്ച് വരുന്നത്. അതായത് നമുക്ക് താണു പത്മനാഭന്റെ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്സ്മാൻ, അതായത് ആദ്യമായിട്ട് എന്താ പറയാ ആറ്റം നാച്ചർ ഉണ്ട് നമ്മൾ പ്രൂവ് ചെയ്ത്, ആറ്റം എന്നുള്ളൊരു ഐഡിയ ഉണ്ട് പ്രൂവ് ചെയ്യണേക്കാളും മുന്നേ ആയിട്ട് ആറ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാത്തിനും ഒരു സബ്സ്ട്രക്ചർ ഉണ്ടെന്ന് ആർഗ്യൂ ചെയ്ത ഒരാളായിരുന്നു ബോൾട്സ്മാൻ. ബോൾട്സ്മാന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ചൂടാക്കാൻ പറ്റുകയാണെങ്കിൽ ആ സാധനത്തിന് എന്തുണ്ടാവണം, ഒരു സബ്സ്ട്രക്ചർ ഉണ്ടാവണം. ഇപ്പൊ നമുക്ക് സബ്സ്ട്രക്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ഇട്ടാണെങ്കിൽ ഈ തുണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഇത് കാണുമ്പോൾ നമുക്ക് അവിടെ ഒട്ടയും തോന്നില്ല. പക്ഷെ ഞാൻ നല്ലൊരു മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ തുണി വെച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കുറെ നൂലുകൾ ഉണ്ടാവും, അതിനിടയിൽ ഓരോ ഓട്ടോകൾ ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ ഈ കുറെ നൂലുകൾ ചേർന്നിട്ടാണ് എന്റെ ഈ തുണി ഉണ്ടായത്. ഇനി ആ നൂലെടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു നല്ല രീതിക്ക് വേറൊരു എന്താ പറയാ ഭയങ്കര സൂക്ഷ്മമായിട്ട് നമുക്ക് ആറ്റോമിക് ലെവലിൽ കാണാൻ പറ്റുന്ന വേറൊരു മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ പറ്റും ഈ നൂല് എന്നുള്ളത് എന്താണ്, ആറ്റംസ് ഇങ്ങനെ കൂടി ചേർന്നിട്ടുള്ള ഇതാണ് ഈ നൂല് എന്നുള്ള ഇത് ഒബ്ജക്റ്റ് ഉണ്ടായത്. അപ്പൊ ഈ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രേ ഉള്ളൂ, എന്താ പറയാ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ കുറച്ചും കൂടെ എക്സാമിൻ ചെയ്യുമ്പോൾ അതിന് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഉള്ളത് ഡിഫറെന്റ് ആണ്. അപ്പോൾ അതായിരുന്നു ബോൾട്സ്മാന്റെ ആർഗ്യുമെന്റ്. അതായത് നമുക്ക് ഏതൊരു മാറ്ററിനും ഒരു സബ്സ്ട്രക്ചർ ഉണ്ട്, ആ സബ്സ്ട്രക്ചർ ആണ് പിന്നീട് നമ്മൾ ആറ്റംസ് എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചത്. അപ്പോൾ ബോൾട്സ്മാന്റെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ചൂടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനൊരു സബ്സ്ട്രക്ചർ ഉണ്ടാവണം. അപ്പൊ താണു പത്മനാഭൻ പറയണ എന്താണ്, ഇത് തന്നെയാണ്. അതായത് നമുക്ക് സ്പേസ് ടൈമിന് ഒരു ടെമ്പറേച്ചർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സ്പേസ് ടൈമിന് ഒരു എൻട്രോപ്പി നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ടെമ്പറേച്ചർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തെർമോഡൈനാമിക്സിൽ ടെമ്പറേച്ചറിന്റെയും എൻട്രോപ്പിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത് ചൂടായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എനർജി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് ടൈമിന് നമുക്കൊരു ചൂട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ സ്പേസ് ടൈമിന് നമുക്കൊരു ഹീറ്റ് ഡെൻസിറ്റി നമുക്ക് അല്ലെങ്കിൽ ഒരു ഹീറ്റ് നമുക്ക് ഉള്ളൊരു പ്രോപ്പർട്ടി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനർത്ഥം സ്പേസ് ടൈമിന് എന്തുണ്ടാവണം, ഒരു സബ്സ്ട്രക്ചർ ഉണ്ടാവണം. അദ്ദേഹം ആറ്റംസ് ഓഫ് സ്പേസ് ടൈം എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്പേസ് ടൈമിന്റെ സബ്സ്ട്രക്ചർ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സബ്സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് ഇനിയും നമുക്ക് മനസ്സിലാക്കാനുള്ള സംഭവമാണ്. അപ്പൊ ഈ സബ്സ്ട്രക്ചർ ഉണ്ടാണെങ്കിൽ ഈ സബ്സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ ഈ സബ്സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് രണ്ട് രീതി പഠിക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വെച്ച് പഠിക്കാൻ പറ്റും, തെർമോഡൈനാമിക്സ് വെച്ചും പഠിക്കാൻ പറ്റും. അതായത് രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുന്നെങ്കിലും ഇതിന്റെ വ്യത്യാസത്തിലേ ഉള്ളൂ. അതായത് ഒരു സബ്സ്ട്രക്ചറുള്ള ഒരു സംഭവം ഉണ്ടെന്നിരിക്കുക, അതായത് ഒരു ഗ്യാസ് ഉണ്ടെന്നിരിക്കുക, ഈ ഗ്യാസിന്റെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കണം. ഇപ്പൊ ഗ്യാസിന്റെ പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് നമുക്ക് രണ്ട് രീതി പഠിക്കാൻ പറ്റും. ഈ ഗ്യാസിന്റെ ബൾക്കായിട്ടുള്ള ഇതിന്റെ ടെമ്പറേച്ചർ എത്ര, ഇതിന്റെ പ്രഷർ എത്ര, ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് എങ്ങനെ മൂവ് ചെയ്യും, എങ്ങനെ ഇവോൾവ് ചെയ്യും, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുക. അതൊരു ക്ലാസിക്കൽ വേ ഓഫ് അപ്രോച്ചിങ്, ഈ പ്രോബ്ലത്തെ ക്ലാസിക്കൽ വേ കൂടെ അപ്രോച്ച് ചെയ്യുന്നതാണ്. കാരണം അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതെല്ലാം മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. അതേസമയം നമുക്ക് ഈ ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് എന്ത് തരം മോളിക്യൂൾസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എത്ര മോളിക്യൂൾസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഈ മോളിക്യൂൾസിന്റെ ഓരോ മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എത്രയാണ്, നമുക്ക് ആ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ആണ് ഫണ്ടമെന്റൽ ലെവലിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ തരിക. കാരണം അവിടെ ആറ്റംസ് ഉണ്ട്, ഈ ആറ്റംസിന്റെ ഇന്ററാക്ഷൻ കാരണം കൊണ്ടാണ് ഇന്ന പ്രോപ്പർട്ടീസ് എമർജ് ചെയ്യുന്നത്, ഇന്ന പ്രോപ്പർട്ടീസ് വരുന്നത്, ഇത് ഇങ്ങനെയായിരിക്കും ഇവോൾവ് ചെയ്യുക. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് കുറച്ചും കൂടെ ഫണ്ടമെന്റൽ ലെവലിലേക്കാണ് സംസാരിക്കുന്നത്. അതേസമയം തെർമോഡൈനാമിക്സ് കുറച്ചും കൂടെ മാക്രോസ്കോപ്പിക് ലെവലിലേക്കാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആറ്റംസ് ഓഫ് സ്പേസ് ടൈം എന്നുള്ളത് പറയുമ്പോഴും കേൾക്കുമ്പോഴും കേൾക്കാൻ നല്ല രസമാണെങ്കിലും
ഇതെന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ധാരണ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അറ്റ് ദ മൊമെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ ഉപയോഗിക്കാം, എമർജന്റ് പ്രോപ്പർട്ടീസ് ആയ ടെമ്പറേച്ചറും പ്രഷറും ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ തെർമോഡൈനാമിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് എങ്ങനെയാണെന്ന് പഠിക്കാൻ പറ്റും. കാരണം തെർമോഡൈനാമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഫക്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ സബ്സ്ട്രക്ചറിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് അവിടെ നിന്ന് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എല്ലാ ഒബ്ജക്റ്റും എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പൊ ഈ എൻട്രോപ്പി മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ ആണ് ടോട്ടൽ ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിന്റെയും ഗ്രാവിറ്റേഷണൽ ഡൈനാമിക്സിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാൻ നോക്കലാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടി എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാണ്. ഈ എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ടെമ്പറേച്ചർ നമ്മൾ ചൂട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നല്ല ചൂടുവെള്ളം നമ്മൾ കൈ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊള്ളിയിട്ടുണ്ടാവും. ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ ചൂടുവെള്ളം തൊടാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പൊ ചൂട് എന്താണെന്നുള്ള നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ചൂട് എന്നുള്ളത് നമുക്കൊരു ആ വെള്ളത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ആ ചൂട് എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കറിയാം. അപ്പൊ അതിന് നമ്മൾ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത്ര ടെമ്പറേച്ചർ ഉണ്ട്, നമ്മളൊരു തെർമോമീറ്റർ വെക്കും. ആ തെർമോമീറ്റർ വെച്ചിട്ട് ഓക്കെ ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 105 ഡിഗ്രി, അല്ലെങ്കിൽ 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് ഇത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്നുള്ള നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഈ വെള്ളം എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ ഫണ്ടമെന്റൽ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളത്തിലെ H2O മോളിക്യൂൾസ് ആണ് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഐസ് ആയി ഇരിക്കുക. ഐസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് അതിന് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഇത് ഐസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ കാണുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള ഫോമിലുള്ള ഐസ് ഇതാണെന്ന് ഇരിക്കുക. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മാക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുമ്പോൾ ഇതിന് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇതെന്നുള്ളത് ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആറ്റമിക് ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആറ്റംസ് എല്ലാം വളരെ സ്റ്റില്ലായിട്ട്, അതായത് വലിയ മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കുകയായിരിക്കും. അതേസമയം ഇവിടേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മളിവിടെ ടെമ്പറേച്ചർ എന്നുള്ളത് നമ്മൾ ശരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഈ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്നുള്ള രീതിക്ക് മനസ്സിലാക്കുന്നത്. അതായത് മാക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ മനസ്സിലാക്കുന്ന പല സാധനങ്ങളും മൈക്രോസ്കോപ്പിക് ലെവലിൽ വേറൊരു പ്രോപ്പർട്ടിയാണ്. അതായത് ടെമ്പറേച്ചർ എന്നുള്ളത് ശരിക്കും ആറ്റത്തിന്റെ കൈനറ്റിക് എനർജിയാണ്. അതുപോലെ പ്രഷർ നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ പ്രഷർ നമ്മൾ വിചാരിക്കുന്ന പ്രോപ്പർട്ടി എന്നുള്ളത് ശരിക്കും എന്താണ് ആറ്റത്തിന്റെ ഓരോ ആറ്റവും ആ വാളിന്റെ ആ കണ്ടെയ്നറിന്റെ വാളിൽ പോയിട്ട് അടിച്ചിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ പ്രഷറായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ, പ്രഷർ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോസ്കോപ്പിക് വാരിയബിൾസ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് വാരിയബിൾസ്, അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അപ്പൊ താഴെ പത്മനാഭൻ പറഞ്ഞത് ഇതാണ്. അതായത് നമ്മൾ ഗ്രാവിറ്റിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി അടുത്ത മൊമെന്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് വേരിയബിൾസിനാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ നോക്കുന്നത്. അതായത് ആറ്റം എന്താണ്, ഈ ആറ്റത്തിന്റെ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന് ശരിക്കുള്ള എക്സാക്ട് ആയിട്ട് ഒരു ക്വാണ്ടം തിയറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ക്വാണ്ടിഫൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടൊരു തിയറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് സമയം ഇതിന്റെ കൈനറ്റിക് എനർജിനെയും ഇതിന്റെ ഫോഴ്സിനെയും അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ലെവൽസിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ക്വാണ്ടം ഡിസ്ക്രിപ്ഷൻ കിട്ടും. അപ്പൊ ശരിക്കും ക്വാണ്ടം ലെവലിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. എനർജി ലെവൽസ് ആണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ട് ഇത്ര എനർജി ലെവൽസ് ആണ് ഒരു ആറ്റത്തിന് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരതിക്കാണ് അതിന്റെ ക്വാണ്ടിഫൈസേഷൻ കൊണ്ടുപോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന റൂട്ട് തെറ്റായത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാലമായിട്ടും ഒരു ഗ്രാവിറ്റേഷണൽ ഒരു ക്വാണ്ടം ഗ്രാവിറ്റി എന്നുള്ളൊരു തിയറി നമുക്ക് എത്താൻ പറ്റാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ അപ്രോച്ച്. അപ്പോൾ അദ്ദേഹത്തിന്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണെങ്കിലും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ലെവലിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൂടുതലും അതിന്റെ തെർമോഡൈനാമിക് ആയുള്ള ഇന്റർപ്രിറ്റേഷൻസും തെർമോഡൈനാമിക്സ് വെച്ച് നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാന്നാണ് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ എങ്ങനെ നമുക്ക് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ടോക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഐസിന്റെ ക്യൂബ് എന്നിരിക്കുക. ഈ ഐസിന്റെ ക്യൂബ് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഐസിന്റെ സ്ഫിയർ ആണെന്ന് ഇരിക്കുക. ഈ ഐസിന്റെ സ്ഫിയർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ടെമ്പറേച്ചറിന്റെ എഫക്ട് കാരണം കൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് കാരണം കൊണ്ട് ഇതിങ്ങനെ അലുത്ത് വെള്ളമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷനും ഈ ഒരു രീതിക്കാണ്. അതായത് ഇവിടെയാണ് നമ്മുടെ സ്പേസ് ടൈം ഉള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനെ എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റ് എക്സ്ചേഞ്ച് കാരണം കൊണ്ട് ആണ് എന്തുണ്ടാവുന്നത്, യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ്. അതായത് ഞാൻ മാത്തമാറ്റിക്കലായിട്ട് പോകുന്നില്ല. ഇവിടെ എൻ സർഫസ് അല്ലെങ്കിൽ എൻ ബൾക്ക് എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഇതിന്റെ ഈ ആറ്റത്തിന്റെ സബ്സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ ആറ്റത്തിന്റെ സബ്സ്ട്രക്ചറിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് പറയുന്നത്. ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റത്തിന് എത്ര ഫ്രീ ആയിട്ട്, അതായത് ഇൻഡിപെൻഡന്റ്ലി ഏതൊക്കെ രീതിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരാറ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് നമ്മൾ പറയാം. അതായത് ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് നമ്മൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ അസോസിയേറ്റ്, അല്ലെങ്കിൽ ഒരു ആറ്റം ഉണ്ടെങ്കിൽ ആറ്റത്തിന് നമ്മൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അസോസിയേറ്റ് ചെയ്യും. അതായത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിലും മൂവ് ചെയ്യാം, സെഡ് ഡയറക്ഷനിലും മൂവ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. അതുപോലെ തന്നെ അതിന് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അപ്പോൾ അതൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ അതാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ രീതിക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആറ്റംസ് ഓഫ് സ്പേസ് ടൈമിന്റെ ഈ സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതുപോലെ ഈ ബൾക്കിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗ്രാവിറ്റേഷണൽ സിസ്റ്റംസും ഇവോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിന്റെ ഇവല്യൂഷനെ നമുക്ക് ആ രീതിക്ക് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് മൊമെന്റ് ഉള്ള ഫ്രീഡ്മാൻ, അതായത് നമ്മൾ അറ്റ് മൊമെന്റ് ജനറേറ്റിവിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡ്മാൻ ഇക്വേഷൻസ് ആണ്. ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യണത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിന്റെ എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിന്റെ ഡൈനാമിക്സ്, അതായത് യൂണിവേഴ്സിന്റെ ഡൈനാമിക്സ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ എല്ലാം മോട്ടിവേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് ആയിരുന്നു. അതായത് തെർമോഡൈനാമിക്കലി നമുക്ക് ഐൻസ്റ്റൈന്റെ ഫീൽഡ് ഇക്വേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു അതിന്റെ ഒരു മോട്ടിവേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഐൻസ്റ്റൈന്റെ ഫീൽഡ് ഇക്വേഷൻസ് എന്നുള്ളതും ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സും ഈക്വലന്റ് ആണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഐൻസ്റ്റൈന്റെ ഫീൽഡ് ഏതൊരു ഡൈനാമിക്കലി ഇവോൾവ് ചെയ്യുന്ന ഏതൊരു സിസ്റ്റത്തിന്റെയും എന്താ പറയാ അതിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക അതിന്റെ റിസൾട്ട്സ് ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ അനുബന്ധമായിട്ടും നമ്മൾ ഡിറൈവ് ചെയ്ത റിസൾട്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇക്വേഷൻസും അല്ലെങ്കിൽ ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ കണക്ഷൻസ് വെച്ചിട്ട് ഈ കണക്ഷൻസ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രാവിറ്റിയുടെ ക്വാണ്ടം പിക്ചർ അല്ലെങ്കിൽ എന്താണ് ഗ്രാവിറ്റി, എങ്ങനെയാണ് ഗ്രാവിറ്റി ക്വാണ്ടം ലെവലിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തെർമോഡൈനാമിക് പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലേറ്റിവിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ യൂണിവേഴ്സ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് 3 പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ 3 പോസിബിൾ ആയിട്ടുള്ള ജോമെട്രിയാണ് നമ്മൾ സാധാരണ പറയാം. അതായത് ഒരു റൗണ്ട് ആയിട്ടുള്ള അതായത് കർവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സും ഫ്ലാറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സും ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സും എന്നുള്ള രീതിക്ക്. അതായത് കർവ്ഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഫിയർ പോലെ, ഒരു സ്ഫിയറിന്റെ സർഫസിലുള്ള പോലത്തെ. അതുപോലെ ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ ഒരു ഹൈപ്പർബോളയുടെ സർഫസ് പോലെ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ഷീറ്റ് പോലെ. ഇതൊരു 3 ടൈപ്പ് ജോമെട്രിയാണ് നമുക്ക് യൂണിവേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിന് ഉണ്ടാവാൻ പറ്റുക. അപ്പൊ ജനറലേറ്റിവിറ്റി ഈ 3 സ്റ്റേറ്റും സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ തെർമോഡൈനാമിക്സും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്ന മൊമെന്റ് നമ്മൾ ഒബ്സർവേഷൻസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് സ്പെഷ്യലി ഫ്ലാറ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഷീറ്റ് പോലത്തെ ജോമെട്രിയാണ് യൂണിവേഴ്സിനുള്ളതെന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ എന്തുകൊണ്ട് അവിടെ ആ ഒരു ജോമെട്രി വരുന്നത്, എന്തുകൊണ്ട് യൂണിവേഴ്സ് സ്പെഷ്യലി ഫ്ലാറ്റ് ആവുന്നു എന്നുള്ളതിന് അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഈ തെർമോഡൈനാമിക്സ് വെച്ച് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിന് നമുക്കൊരു ഫസ്റ്റ് ലോ അതായത് യൂണിവേഴ്സ് കംപ്ലീറ്റ് യൂണിവേഴ്സ് ഒരു ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഒബേ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പെഷ്യലി ഫ്ലാറ്റ് ആണെങ്കിൽ മാത്രമേ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഒബേ ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്പെഷ്യലി ഫ്ലാറ്റ് അല്ലാത്തൊരു യൂണിവേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫിസിക്കൽ അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അത്ര നല്ല വെച്ച് കഴിഞ്ഞാൽ തിയറിറ്റിക്കലി അത്ര വാലിഡ് അല്ലാത്ത പല എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്പെഷ്യലി ഫ്ലാറ്റ് ആയിട്ടൊരു യൂണിവേഴ്സ് ആണ് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഒബേ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ എന്താ പറയാ ഒരു സൈഡ് എഫക്ട്, അതിന്റെ റിസൾട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് റിസൾട്ട്സ് ആയിട്ടോ വരുന്ന ഒരു പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെ ഒരു തെർമോഡൈനാമിക് പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ലെവലിൽ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഈ ആറ്റംസ് ഓഫ് സ്പേസ് ടൈം എന്താണ്, ഇതിന്റെ ശരിക്കുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കുമുള്ള ഒരു തിയറി ഓഫ് ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പത്മനാഭന്റെ എമർജന്റ് ഗ്രാവിറ്റി എന്നുള്ള അപ്രോച്ച്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ ലിസണിങ് ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു ഹരീഷ്, വളരെ നല്ല പ്രസന്റേഷൻ. എല്ലാം ഒരു ഹിസ്റ്ററി ഓഫ് ഗ്രാവിറ്റി, അതിൻ്റെ ന്യൂട്ടൺ മുതൽ തണുപ്പതിമാനം വരെ എത്തി നിൽക്കുന്ന ഒരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക്സ് എ ലോട്ട്.
ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദിക്കാം. തൽക്കാലം നമുക്ക് ഈ പ്രസന്റേഷന് സ്റ്റോപ്പ് ചെയ്യാം. ആൾക്കാർക്ക് ഓക്കെ. ഓക്കെ, ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ചാറ്റിൽ എഴുതിയിടാം. ഹാൻഡ് റൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഈ പ്രസാദ് അലക്സ് സാറ് ചോദിക്കുന്നു. ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ പഴയ ഈതർ തിയറി ഇല്ലേ? വീഡിയോ ഓൺ ചെയ്യോ? എന്തോ വീഡിയോ ഓൺ ചെയ്യോ? ഒരു സെക്കൻഡ് വേണം. സ്പേസ് ടൈമിന്റെ സ്ട്രക്ചർ ഉണ്ടെന്ന് പറയുമ്പോഴേ അപ്പോ നമ്മളിത് പഴയ ഈതർ തിയറി ആയിട്ട് അതിനെന്തോ ഒരു വിദൂര സാമ്യം പോലെ തോന്നുന്നു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അത് ഈതർ തിയറി ആയിട്ട് അങ്ങനെയല്ല. സ്പേസ് ടൈമിന്റെ ഒരു സബ്സ്ട്രക്ചർ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഹീറ്റ് ഡെൻസിറ്റി നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ടാണ്. അതായത് ഞാനൊരു ആക്സിലറേറ്റിംഗ് ഒബ്സർവർ ആണെന്ന് ഇരിക്കുക. ഈതർ എന്ന് പറയുമ്പോൾ ആബ്സലൂട്ട് ആയിട്ട് ഒരു ഫ്രെയിം ആയിട്ടാണ് പറയുന്നത്. അതായത് എല്ലാ യൂണിവേഴ്സിലെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം അല്ലാതെ ആബ്സലൂട്ട് ആയിട്ട് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട് എന്നുള്ള രീതിക്കാണ് ഈതർ തിയറി പറയുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ പറയുന്ന നേരത്ത് ഏതൊരു ഒബ്സർവർക്കും നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് ഒരു ഹീറ്റ് ഡെൻസിറ്റി, ആ ഒരു ആക്സിലറേറ്റിംഗ് ആയിട്ടുള്ള ഏതൊരു ഒബ്സർവർക്കും നമുക്കൊരു ഹീറ്റ് ഡെൻസിറ്റി ഇതാക്കാൻ പറ്റും, അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്പേസ് ടൈമിൽ ഒരു ഹീറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു ഹീറ്റ് ചൂട് എന്നുള്ളൊരു എഫക്ട് ഉണ്ടാവുന്ന പറയുന്നു. അതുകൊണ്ട് നമ്മൾ അതിനൊരു സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ആബ്സലൂട്ട് ഫ്രെയിമിലല്ല, ഏതൊരു ഒബ്സർവർക്കും ആക്സിലറേറ്റിംഗ് ആയിട്ടുള്ള ഏതൊരു ഒബ്സർവർക്കും ഇത് ആളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ആൾക്ക് ഇത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു ഫ്രെയിം എല്ലായിടത്തും ഇത് റിലേറ്റീവ് ആയ കാരണം കൊണ്ടാണ് നമ്മൾ എന്താ പറയാ ഇത് ഇങ്ങനെ പറയുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സലൂട്ട് ഫ്രെയിമിലല്ല ഏതൊരു റിലേറ്റീവ് ഒബ്സർവർക്കും ഇത് ഈക്വലന്റ് ആണ്. അപ്പൊ ഈതർ തിയറി ആയിട്ട് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ വരേണ്ടത് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമ്മളിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഒബ്സർവർക്കും നമുക്ക് ഇത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ടാണ്. ഇത് ഒബ്സർവറുടെ പ്രോപ്പർട്ടി അല്ല, ഇത് സ്പേസ് ടൈമിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. കാരണം ഒബ്സർവർ ഡിപെൻഡന്റ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റ് എന്നുള്ളത് ഓക്കെ അതൊരു ഒബ്സർവർ ആണ്, അതുകൊണ്ടാണ് ആൾക്ക് ആ ഹീറ്റ് എന്നുള്ള ഫീൽ വരുന്നത്. അത് ആ ഒരു ഫ്രെയിമിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇതെല്ലാ ഫ്രെയിമിലുള്ള ഏതൊരു ആക്സിലറേറ്റിംഗ് ഒബ്സർവർക്കും ഈ ഒരു ഫിനോമിന നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് എന്താ പറയാ ഫ്രെയിമിന്റെ പ്രോപ്പർട്ടി അല്ല, അത് ആ സ്പേസ് ടൈമിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്, സ്പേസ് ടൈമിനെ ചൂടാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഒരു എഫക്ട് ഉണ്ടാവുന്നതും. അപ്പോൾ സ്പേസ് ടൈമിന് ചൂടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനൊരു സബ്സ്ട്രക്ചർ ഉണ്ടാവുന്ന ഒരു ആർഗ്യുമെന്റും പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല, ഒരു ലേമാൻ ലാംഗ്വേജ് പറഞ്ഞാല് വാക്യൂം ഇസ് നോട്ട് ആക്ച്വലി വാക്യൂം. അത് ക്വാണ്ടം തിയറി തന്നെ വന്നിരുന്നു. അതെ, അതിന് നമുക്ക് വാക്യൂം ഇസ് നോട്ട് ആക്ച്വലി വാക്യൂം. അതുപോലെ തന്നെ വാക്യൂത്തിന് നമുക്ക് ഒരു ടെമ്പറേച്ചർ കൂടി അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ, താങ്ക് യു പ്രസാദ് സാർ. ഇനി അഭിലാഷ് കുഞ്ഞപ്പൻ വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കും, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. Sir, thank you. ഞാനൊരു ബിഗിനർ ആണ് ഇതില്. So if my question is sounding a little stupid, I'm really sorry. പക്ഷേ I just want to know some details. നിങ്ങള് I mean, first of all, thank you for your presentation. It was very interesting and lot of details that you gave. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ യൂണിവേഴ്സ് എക്സ്പാൻഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഐഡിയലി ഇൻ ലോജിക്കൽ ടേംസ് ഇഫ് യു സീ എക്സ്പാൻഷൻ ആവുമ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഓരോരോ ഓബ്ജക്ട്സ് അക്കോമഡേറ്റ് ചെയ്യാൻ more space is needed. So is that also calculated, and how is this getting created? Is there any theories behind it? അതായത് നമുക്ക് യൂണിവേഴ്സിനെ എക്സ്പാൻഷൻ നമ്മുടെ രീതിക്ക് നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ പത്മനാഭന്റെ പെർസ്പെക്റ്റീവിലല്ലാതെ
ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ അറ്റ് ദ മൊമെന്റ് നമ്മൾ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ സിഡിയം മോഡലാണ്. അതിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ലാംഡ സിഡിയം മോഡൽ എന്നുള്ളൊരു മോഡലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, 2 ഗാലക്സീസ് ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗാലക്സി ആണെന്ന് വിചാരിക്കുക, ഇതൊരു ഗാലക്സി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഗാലക്സീസ് അകന്ന് പോവാണ്. അപ്പൊ ഈ ഗാലക്സീസിന്റെ റിലേറ്റീവ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അവിടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഈ ഇടയിൽ 2 രീതിക്കുള്ള ഇതിന് തന്നെ നമുക്ക് 2 രീതിക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഒന്നുള്ളത് ഗാലക്സീസ് അകന്ന് പോവാണ്, അല്ലെങ്കിൽ ഗാലക്സീസിന് ചുറ്റും സ്പേസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്രീ സ്പേസ്, വാക്വം സ്പേസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും റിലേറ്റീവ്ലി ഈക്വലന്റ് ആയിട്ടുള്ള എന്താ പറയാ ഫിനോമിനസ് ആണ് തരിക. പക്ഷെ നമ്മൾ അറ്റ് ദ മൊമെന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വിചാരിക്കുക രണ്ടും അകന്നകന്ന് പോകും എന്നുള്ളതാണ്. പക്ഷെ അറ്റ് ദ മൊമെന്റ് ആൾക്കാർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ ആൾക്കാർ പറയണതല്ല, കുറച്ചും കൂടെ നമുക്ക് ഒബ്സർവേഷനിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സയന്റിഫിക്കലി ബെറ്റർ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗാലക്സീസിന്റെ ഇടയിലും സ്പേസ് ക്രിയേറ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പേസ് ക്രിയേറ്റഡ് ആവണ അങ്ങനെ ക്രിയേറ്റഡ് ആവാനാണ് നമ്മൾ ഡാർക്ക് എനർജി എന്നുള്ള ടൈം വെച്ച് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡാർക്ക് എനർജി എന്താണെന്നുള്ളത് അറ്റ് ദ മൊമെന്റ് ആർക്കും വലിയ ഐഡിയ ഇല്ല. അത് നമ്മൾ ഓക്കെ അങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. ഈ ഡാർക്ക് എനർജി എന്താണെന്നുള്ള രീതിക്കാണ് ആൾക്കാർ പോകുന്നത്. ചിലർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഡാർക്ക് എനർജി എന്നുള്ള ഒരു പ്രശ്നമുള്ള സംഭവമാണ്. കാരണം സ്പേസ് ചുമ്മാ ക്രിയേറ്റ് ആവുന്ന പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതാണ് പലരും പല ഡിഫറെന്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ ഒരു വലിയ ട്രീ ഡയഗ്രം കാണിച്ചിട്ട് പലരും പല ഡയറക്ഷനിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. മോഡലും ഡാർക്ക് എനർജി ഇല്ലാതെ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്ന മോഡൽസ് ഉണ്ട്. അപ്പൊ അതാണ് പത്മനാഭന്റെ ഇതിലാണെങ്കിലും ഈ ഒരു ഇതാണ്, പത്മനാഭന്റെ മോഡലാണെങ്കിലും ഡാർക്ക് എനർജി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് ജസ്റ്റ് എനർജി കണ്ടന്റ് ആയിട്ടാണ് വരുന്നത്. Thank you, sir. Thank you very much. Thank you, Abhilash, for the question. ഇനി അടുത്തത് B2045 ആണ്. അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. പേരും കൂടെ ഒന്ന് പറയൂ കേട്ടോ, ഇപ്പൊ പേര് കാണുന്നില്ല. ഹലോ, സാറാണോ? ഷാഹി സാറാണോ? എന്റെ പേര് ഇതിനകത്ത് എൻ്റർ ചെയ്തില്ല. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോ എന്റെ ഒരു ചോദ്യം, ഈ ഹോക്കിംഗ് റേഡിയേഷൻ പറയുമ്പോൾ അത് ഫോട്ടോൺസ് മാത്രമാണോ അതോ മറ്റു പാർട്ടിക്കിൾസ് ആന്റി പാർട്ടിക്കിൾ പെയർസ് ഉണ്ടാകുമെന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഹോക്കിംഗ് റേഡിയേഷൻ പോലെ സിമിലർ സംഗതി ഇപ്പൊ ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ ചുറ്റും ഉണ്ടാകാൻ പറ്റുമോ അതോ ബ്ലാക്ക് ഹോൾസ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ? എന്താണ് അതിന്റെ കാരണം? ഇത് 2 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എനിക്ക് എക്സാക്ട്ലി അതിനെ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ ഫോട്ടോൺസ് എന്നുള്ള രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് നമ്മളെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ആയിട്ട് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ആന്റി പാർട്ടിക്കിൾ പ്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫോട്ടോൺസ് തന്നെ നമ്മൾ അങ്ങനെ അതിന് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ ഒരു ഗസ് ആണ്, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എൻ്റെ കയ്യിലില്ല. എൻ്റെ ഒരു ഗസ് മാത്രമാണിത്. എൻ്റെ ഊഹം ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പാർട്ടിക്കിൾസ് ഏത് ടൈപ്പുള്ള ആന്റി പാർട്ടിക്കിൾ പെയർസും എനർജി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എനർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്കതവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതവിടെ ഫോട്ടോൺസിന്റെ സ്പ്ലിറ്റ്, അതായത് ഫോട്ടോൺസ് ക്വാണ്ടം ഫ്ലക്ച്വേഷനിൽ വരുന്നത് എന്റെ അറിവ് പ്രകാരം എന്താ പറയാ, അവിടെ ഇത് കാരണം കൊണ്ടല്ല വരുന്നത്. അതായത് നമ്മുടെ ഫോട്ടോൺസ് ഒരു ഗാമ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഗാമ റേ അതിന്റെ എനർജി കാരണം കൊണ്ട് അതിന് പോസിട്രോണും ഇലക്ട്രോണും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോസസ്സിനോട് കേൾക്കുമ്പോൾ സിമിലാരിറ്റി തോന്നുമെങ്കിലും ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് അതിന് ഡിഫറെന്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവുള്ളത്. അപ്പൊ അവിടെ ക്രിയേറ്റഡ് ആവുന്ന പാർട്ടിക്കിൾസ് നമ്മൾ വെർച്വൽ പാർട്ടിക്കിൾസ് ആയിട്ടാണ് പറയാം. പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് ആയിട്ടാണ് പറയാം. അപ്പോൾ അത് രണ്ടും അനാലജി രണ്ടും എക്സാക്ട്ലി സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് ആൻസർ. എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല, ഇതിന്റെ ഒരു ഗസ് മാത്രമാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഹൊറൈസണും നമുക്ക് ഹൊറൈസൺ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂട്രോൺ സ്റ്റാറിനാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഹൊറൈസൺ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് ഹോൾ നമുക്ക് ഒരു ഹൊറൈസൺ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റേഡിയേഷൻ നമുക്ക് ഇതാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഹോക്കിങ്ങിന്റെ വർക്ക് കൂടുതലും അതിന്റെ റിലേറ്റഡ് ആയിട്ടായിരുന്നു. പക്ഷെ ഡേവിസ് ഉൺറീഡിന്റെ വർക്ക് വെച്ചിട്ട് ആ ബേസിൽ പറയുകയാണെങ്കിൽ ഒരു ഹൊറൈസൺ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഒബ്സർവർക്കും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ബ്ലാക്ക് ഹോൾ എന്നുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്നുള്ള ഒബ്ജക്റ്റിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനേക്കാളും കൂടുതലായിട്ട് ആ ഹൊറൈസൺ എന്നുള്ള ഒരു എൻറ്റിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ടെമ്പറേച്ചർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏത് ഹൊറൈസൺ അവിടെ ഉണ്ടോ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡേവിസ് ഉൺറീഡിന്റെ വർക്ക് പറയുന്നത്. അപ്പോൾ ഞാൻ അതാണ് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇപ്പൊ ന്യൂട്രോൺ സ്റ്റാറിന് പക്ഷെ നമുക്ക് ഒരു ഹൊറൈസനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് അങ്ങനെ ഒരു ഹോക്കിംഗ് റേഡിയേഷൻ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ ഒരു ഗസ് ആണ്, എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു സർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഇനി അനൂപ് ഐസക് ആണ്. വീഡിയോ ഓൺ ചെയ്ത് താങ്ക് യു.
ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എനിക്ക്. അതായത് നമ്മള് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ശരിക്കും കൂടുവല്ലേ ചെയ്യുന്നത്? അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അത് ചോദ്യം ചോദിക്കാം. അത് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടുകയാണ് ചെയ്യുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, ബൾക്കിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. ബൾക്കിനേക്കാളും കൂടുതൽ എപ്പോഴും സർഫസിലായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി ഉണ്ടാവുക. അപ്പോൾ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനോട് ബൾക്കിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്ന മൊമെന്റിൽ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ നിൽക്കുന്നതാണ് ഈ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത്. യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ നിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ഡീസിറ്റർ ഫേസിലേക്ക്, അതായത് നമ്മൾ മാത്രം ഉള്ള യൂണിവേഴ്സിന്റെ ലൈഫ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് പറയുന്നത്. അല്ല, അപ്പം മൊത്തം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണോ? അങ്ങനെയല്ലല്ലോ, കൂടുവല്ലേ എക്സ്പാൻഡ് ചെയ്യുന്നതോറും. അതായത് മൊത്തം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കോൺസ്റ്റന്റ് ആണെന്നല്ല. അതായത് നമ്മളൊരു മാറ്റർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ഫിയർ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫിയറിന്റെ സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അതായത് ഉള്ളിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ ഈ സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ആവാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സെപ്പറേറ്റും ഉള്ളിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സെപ്പറേറ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഈ രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ഇക്വേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സർഫസിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബൾക്കിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരുമിച്ച് നമ്മൾ കൂട്ടിയിട്ട് എടുക്കുന്നില്ല. ഇതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ചോദ്യം ഉണ്ട്. അത് ഇപ്പൊ നിങ്ങൾ സ്പേസ് ടൈമിന് ടെമ്പറേച്ചർ എന്നൊരു സംഭവം വന്നായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്പേസ് ടൈമിന്റെ ടെമ്പറേച്ചർ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് എടുക്കണമെങ്കിൽ ഈ സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കണമല്ലോ. ഈ സ്പേസ് ടൈമിനെ നമ്മൾ GRT ജനറൽ തിയറി റിലേറ്റിവിറ്റിയിൽ ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്തതായിട്ട് തോന്നുന്നില്ല. അപ്പൊ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? അല്ല, സ്പേസ് ടൈമിൽ നമുക്ക് ടെമ്പറേച്ചർ എന്നുള്ളത് അതൊരു നല്ല ക്വസ്റ്റൻ ആണ്. നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആയുള്ള ഒരു വ്യൂലല്ല പറയുന്നത്. സ്പേസ് ടൈം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ആ ലൈൻ എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയാ, സ്പേസ് എന്നുള്ളത് അതായത് ഇപ്പോൾ ഒരു വൺ ഡയറക്ഷൻ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസ് എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ടൈം ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിന് എന്നുള്ളത് നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ എലിമെന്റ് ആയിട്ട് എടുക്കാതെ നമുക്ക് സ്പേസിന് ചെറിയ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലജി അല്ല. നമുക്കിപ്പോൾ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് ലെങ്ത് ആണ്. ഇപ്പൊ പ്ലാങ്ക് ലെങ്ത്തിന്റെ കോണ്ടാസ് ആയിട്ടാണ് നമുക്ക് എന്തും മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്ലാങ്ക് ലെങ്ത്തിനെക്കാളും താഴോട്ടുള്ള ഒരു മെഷർമെന്റും ലെങ്ത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് എന്നുള്ളത് പ്ലാങ്ക് ലെങ്ത്തിന്റെ കോണ്ടാസ് ആണ്. അല്ലെങ്കിൽ പ്ലാങ്ക് ലെങ്ത് പല പല ജോയിന്റുകളായിട്ട് ജോയിൻ നമുക്ക് സ്പേസ് ക്രിയേറ്റഡ് ആയി വെച്ചാൽ സ്പേസിന്റെ ഒരു കണ്ടിന്യൂ ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ പറയാൻ പറ്റുക. പക്ഷെ അതൊരു കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. അതായത് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിൽ പറയുന്നതാണ്. പ്ലാങ്ക് ലെങ്ത് ആണ് സ്പേസ് ടൈമിന്റെ കോണ്ട അല്ലെങ്കിൽ സ്പേസിന്റെ കോണ്ട എന്നുള്ളതിന് പ്രത്യേകിച്ച് പ്രൂഫോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല. അപ്പൊ ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ലെവലിലേക്ക് അല്ല പറയുന്നത്. നമ്മൾ മെഷർമെന്റ് ബേസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് എന്താ പറയാ ഏതൊരു സാധനത്തിന് നമുക്കൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതിന്റെ ബേസിലാണ് പറയുന്നത്. അതായത് മാറ്റർ ആ രീതിക്കല്ല പറയുന്നത്. നമ്മൾ മെഷർമെന്റിന്റെ ബേസിലെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്കിപ്പോൾ നമ്മൾ സ്പേസിൽ നമ്മളൊരു സാധനം മെഷർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഏറ്റവും ലോവസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് പ്ലാങ്ക് ലെങ്ത് എന്നുള്ളൊരു ലെങ്ത് ആണ്. ആ ലെങ്ത്തിന് താഴേക്ക് നമുക്കൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്കത് വേണമെങ്കിൽ ഈ രീതിക്ക് പറയാം. അതായത് പല പല പ്ലാങ്ക് ലെങ്ത്തുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളൊരു ലെങ്ത് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു മീറ്റർ സ്കെയിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ടേപ്പ് വെച്ച് മെഷർ ചെയ്യണ നേരത്ത് നമ്മൾ എന്താ പറയുക 1 മീറ്ററിന്റെ സ്കെയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വെച്ചാൽ 1 സെന്റിമീറ്റർ നമ്മളോട് ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അതുപോലെ ആ യൂണിറ്റിനേക്കാളും താഴേക്കുള്ള മെഷർമെന്റ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു അനാലജിയാണ് നമ്മളിവിടെ സ്പേസ് കണ്ടിന്യൂസ് അല്ല ഡിസ്കണ്ടിന്യൂസ് ആണെന്നുള്ള രീതിക്ക് പറയുമ്പോൾ എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ല, ഞാൻ ചോദിച്ചത് വേറൊരു ഇതില്ല. അപ്പം നമുക്കിപ്പോ ഈ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ആണല്ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് ടൈമിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഈ സ്പേസ് ടൈമിന് മോളിക്യൂൾസ് കൺസിസ്റ്റ് ചെയ്യുന്നുള്ള ഞാൻ പ്ലാങ്ക് ലെങ്ത് അല്ലേ വെച്ച് മോളിക്യൂൾസ് കൺസിസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ വരില്ലേ? അങ്ങനെ വരുമ്പോ തന്നെ അത് മെറ്റീരിയലിസ്റ്റിക് ആയി പോകത്തില്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള അതായത് അത് പറയുന്നത് ഈ പറഞ്ഞ കണക്കിന് ചോദ്യം കറക്റ്റ് ആണ്, എനിക്ക് പിടികിട്ടി. അതായത് സ്പേസ് ടൈമിന് ഒരു മോളിക്യൂൾ പോലെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ പോലെ ഒരു നാച്ചർ ആണോ, അല്ലെങ്കിൽ ആറ്റംസ് കൂടി ചേർന്ന് നമുക്ക് കാണുന്ന രീതിക്ക് ഇപ്പോൾ കയ്യിലുള്ള കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളോ ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ ലെവലിലേക്ക് ആറ്റാണ്. അപ്പൊ സ്പേസ് ടൈമിന് അതുപോലെ തന്നെ ഒരു ആറ്റോമിക് നാച്ചർ ആണല്ലോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഈ ആറ്റോമിക് ലെവലില് ആറ്റം ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും ധാരണയില്ല. നമുക്ക് എന്താ അറിയാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളതിന്റെ പ്രൊപ്പോസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സബ്സ്ട്രക്ചർ ഉണ്ട്. ആ സബ്സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണയില്ല എന്നാണ് എന്റെ അറിവ്.
അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് നമുക്ക് മേക്ക് സെൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇതാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അറ്റ് ദ മൊമെന്റിൽ പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഷർമെന്റ് ലെവലിലേക്കാണ് നമുക്ക് ഇതിനൊരു ഫിസിക്കലി നമുക്ക് ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ധാരണ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ ആറ്റംസിന്റെ സ്പേസ് ടൈമിന്റെ ആറ്റംസ് നമ്മൾ ഞാൻ വിളിക്കുന്നത് തന്നെ കറക്റ്റാണ്, സബ്സ്ട്രക്ചർ കറക്റ്റ് എത്രത്തോളം എന്താണ് ശരിക്കും എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ വേണം. അറ്റ് ദ മൊമെന്റ് നമുക്ക് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പിക്ചർ നമ്മുടെ കയ്യിലില്ല. അത് കാരണം കൊണ്ട് എന്താ പറയാ, അറ്റ് ദ മൊമെന്റ് അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ ചോദിച്ചതിന് ഒരു കാരണം കൂടെ പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു പോപ്പുലർ സയൻസ് ഫോർ മാർക്സ് പോലെയുള്ള ഈ പോപ്പുലർ സയൻസിന്റെ വീഡിയോസിലെ പലപ്പോഴും ഈ സ്പേസ് ടൈമിലൂടെ ഇപ്പൊ ഭൂമി മാറുന്നു. അപ്പോഴത്തേക്കും ഈ ഭൂമി നമ്മളിപ്പോ ഉള്ള സ്പേസ് ടൈം ഫ്ലാറ്റ് ആവുന്നു. മാറി കഴിയുമ്പോൾ അടുത്ത സ്പേസ് ടൈം, ഫ്യൂച്ചർ സ്പേസ് ടൈം നമ്മളിലേക്ക് കർവ് ചെയ്യിക്കുന്നു. അങ്ങനെയുള്ള മാറ്റത്തിൽ സ്പേസ് ടൈമിന് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ അവര് പറഞ്ഞിട്ട് ഈ സ്പേസ് ടൈം മാസുള്ള ബോഡിയിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ശരിയാണോ? ഇങ്ങനെ പറയാൻ പറ്റുമോ? സ്പേസ് ടൈമിനെ ആക്സലറേറ്റ് ചെയ്യുന്നു, സ്പേസ് ടൈം ഇറ്റ്സെൽഫ് ഈസ് ആക്സലറേറ്റിംഗ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അതും മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അത് ഒരു അതായത് സ്പേസ് ടൈം ഇറ്റ്സെൽഫ് ആക്സലറേറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേറ്റീവ് ആയിട്ട് ഒരു മോഷൻ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു റഫറൻസ് ഫ്രെയിം വെച്ചിട്ട് വേറൊരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്തിട്ട് അത് എത്രത്തോളം ടൈമിനനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുക. പക്ഷെ നമ്മൾ ഈ പൊസിഷനിലുള്ളത് അത് തന്നെ നമ്മൾ ആക്സലറേറ്റഡ് ആണോ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂഷ്വൽ സെൻസിൽ അത് ഒരു ഇതില്ല, ഡസൻ മേക്ക് എനി സെൻസ് എന്നാണ് എന്റെ ഒരു ഇതുള്ളത്. അപ്പൊ അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് സ്പേസ് ടൈമിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സ്പേസ് ടൈം സ്പേസ് ടൈമിന്റെ ആറ്റംസ് ഉള്ള ഞാനോട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ അല്ല, നമുക്ക് ഫണ്ടമെന്റൽ ലെവലിൽ അതിനൊരു ഡിസ്ക്രീറ്റ് നേച്ചർ ഉണ്ട്. ആ ഡിസ്ക്രീറ്റ് നേച്ചർ എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് മെറ്റീരിയലിസ്റ്റിക് അല്ല എന്തായാലും. പക്ഷെ അത് എന്താ പറയാ, അതെന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് മൊമെന്റ് ധാരണയില്ല. ഓക്കെ, താങ്ക് യു. അത് ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, എനിക്ക് ഉണ്ടായിരുന്ന ഒരു ധാരണ ഇത് തന്നെയാണ്. പക്ഷെ ഈ പല വീഡിയോസ് കാണുമ്പോഴേക്കും നമുക്കത് അതൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് ചോദിച്ചത്. പിന്നെ ഈ ഹീറ്റ് എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. താങ്ക് യു അനൂപ് ഫോർ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ജോയിനിങ്. ഓക്കെ, ശശിധരന് ചോദ്യം ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ. മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്തു. സർ, എന്റെ ക്വസ്റ്റ്യനെ സ്പേസിലി ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച്, ബ്ലാക്ക് ഹോളിനെ കുറിച്ച് സാർ പറഞ്ഞു അതിന്റെ പെരിഫറിയിൽ, അതായത് അതിന്റെ ഹോറിസോണ്ടൽ എത്തുമ്പോൾ മാറ്റർ എത്തിക്കഴിയുമ്പം അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറും എന്ന് പറയുന്നു. എന്നിട്ട് പോസിറ്റീവ് മാറ്ററിലേക്ക് പോകുന്നു, അതാണ് അതിന്റെ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെ ഈ മാറ്റർ ഹൊറിസോണ്ടൽ എത്തുമ്പോൾ തന്നെ സ്പ്ലിറ്റപ്പ് ആകുമോ? അതോ ഒരു ബ്ലാക്ക് ഹോൾ റേഡിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം റേഡിയേഷൻസ് അതിനുള്ളിൽ നിന്നല്ലേ വരേണ്ടത്? എന്താണ് അങ്ങനെ പറയുന്നത്? അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഓക്കെ, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൊറൈസൺ, ബ്ലാക്ക് ഹോളിന്റെ ഹൊറൈസന്റെ അടുത്ത് മാത്രമല്ല, നമുക്ക് കാണുന്ന എല്ലാ സ്പേസിലും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ എല്ലാ സ്പേസിലും ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ആവുകയും അതുപോലെ തന്നെ അപ്പം തന്നെ അനിഹിലേറ്റ് ആവുകയും ചെയ്യും. അതായത് ഒരു ഇലക്ട്രോൺ പോസിട്രോൺ പെയർ ക്രിയേറ്റ് ആവുന്നു, അത് രണ്ടും കൂടെ അനിഹിലേറ്റ് ആവുന്നു. ഇലക്ട്രോൺ പോസിട്രോൺ പെയർ സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്, ഇലക്ട്രോൺ പോസിട്രോൺ പെയർസ് അല്ല എക്സാക്ട്ലി ഉണ്ടാവുന്നത്. ജസ്റ്റ് ഒരു പോസിറ്റീവ് പാർട്ടിക്കിളും ഒരു നെഗറ്റീവ് പാർട്ടിക്കിളും എന്നുള്ള രീതിക്കാണ് നമ്മൾ പറഞ്ഞത്. കാരണം വേറെ ഒന്നല്ല, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്ന സമയത്ത് ചാർജ് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വാക്വം സ്പേസ് ആണ്, അപ്പൊ അവിടെ പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അപ്പൊ ക്രിയേറ്റ് ആവുന്ന സാധനങ്ങൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണം. അതായത് ഒരു പോസിറ്റീവ് ഉണ്ടായാൽ കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് പാർട്ടിക്കിൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളൊരു പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഈ ഫ്ലക്ച്വേഷൻ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി എന്നുള്ളതും അതായത് പൊസിഷനും മൊമെന്റും ഒക്കെ ഒരേ സമയം നമുക്ക് അതുപോലെ തന്നെ ഒരു എനർജിക്കും ടൈമിനും അതുപോലെ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് അതിനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടിക്കിളിന്റെയും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെയും എനർജി എക്സാക്ട് ലെവലിലേക്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് അതിന്റെ ഒരു ടൈം സ്കെയിലുള്ള മെഷർമെന്റ് മാത്രമേ പറ്റുള്ളൂ. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു എനർജി എക്സാക്ട്ലി മെഷർ ചെയ്യാൻ പറ്റില്ല, അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാക്കത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വാക്കം സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വാക്കത്തിനും ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി സീറോ അല്ല വാക്കത്തിന് എനർജി. വാക്കത്തിനും ഇൻഹറന്റ് ആയിട്ട് നമ്മൾ എത്രയൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഇൻഹറന്റ് ആയിട്ട് ഒരു എനർജി ഉണ്ട്. അതിനാണ് നമ്മൾ വാക്കം എനർജി എന്ന് വിളിക്കുക. ഈ വാക്കം എനർജിയുടെ ഫ്ലക്ച്വേഷൻസ് ആണ്. ഈ വാക്കം എനർജിക്ക്
അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കാരണം കൊണ്ടുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് നമ്മൾ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്ന് പറയാം. കുറച്ച് എനിക്ക് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. ബേസിക്കലി ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാക്യം എടുത്താലും ആ വാക്യത്തിന് ഒരു എനർജി ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ആ എനർജി ഫ്ലക്ച്വേഷൻസ് ആണ് നമ്മൾ ഈ പോസിറ്റീവ് പാർട്ടിക്കിളും നെഗറ്റീവ് പാർട്ടികളായിട്ട് പറയുന്നത്. അത് ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് മാത്രമല്ല, എല്ലാ ഹൊറൈസണിലും അല്ലെങ്കിൽ എല്ലാ സ്പേസിലും ഈ സംഭവം നടക്കുന്നുണ്ട്. നമ്മളത് ഒബ്സർവ് ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയ ഓൺ സ്പോട്ട് തന്നെ അത് അനിഹിലേറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതിന് വെർച്വൽ പാർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. അപ്പൊ വെർച്വൽ പാർട്ടിക്കിൾസ് നമ്മൾ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. അവിടെ സ്ഥാനം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഉണ്ടായ ഓൺ സ്പോട്ട് തന്നെ അത് അനിഹിലേറ്റ് ആയി പോകും. അപ്പോ ഇവിടെ ആണെങ്കിലും ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർച്വൽ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ആവുകയും പക്ഷെ അനിഹിലേറ്റ് ആവണേക്കാളും മുന്നേ ഒരെണ്ണം ഉള്ളിലേക്ക് പോകും. അത് കാരണം കൊണ്ടാണ് നമുക്ക് ആ റേഡിയേഷൻ വരണ പോലെ ഇതാവുന്നത്. അത് റേഡിയേഷൻ നമ്മൾ വിധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരാൾ നോക്കുമ്പോൾ ഈ ഉള്ളിലേക്ക് പോയ പാർട്ടികളെ പറ്റി നമുക്കൊന്നും അറിയാൻ പാടില്ല. കാരണം അത് ഉള്ളിലേക്ക് പോയി, ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പോയി നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സർഫസിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റേഡിയേഷനാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതായിട്ട് പറയാം, അല്ല എന്താ പറയാ, അത് നമ്മുടെ ഒരു വേ ഓഫ് സ്പീക്കിംഗ് ആണ്. അതായത് ബ്ലാക്ക് ഹോളിൽ നല്ലത് വരുന്നത് ബ്ലാക്ക് ഹോളിന്റെ സർഫസിലുള്ള ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് കാരണം കൊണ്ടാണ് ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ ജസ്റ്റ് ഒരു ടെക്നിക്കൽ ടൈമിംഗ്, ജസ്റ്റ് നമ്മൾ പേര് വിളിച്ചപ്പോൾ ഒരു ഇതാണ് ബ്ലാക്ക് ഹോൾ റേഡിയേഷൻ ഉള്ളത്. ബ്ലാക്ക് ഹോൾ അല്ല ശരിക്കും എമിറ്റ് ചെയ്യുന്നത്, ബ്ലാക്ക് ഹോളിന്റെ സർഫസിലുള്ള ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു റേഡിയേഷൻ അവിടെ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ ബ്ലാക്ക് ഹോളിന് ഒരിക്കലും ഒന്നും പുറത്തു പോകുന്നില്ല, അത് അപ്പോഴും ഇപ്പോഴും കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ സർഫസിലുള്ള ഫ്ലക്ച്വേഷൻസ് കാരണം കൊണ്ട് ഒരു പാർട്ടികൾ ഉള്ളിൽ പോകും, ഒരു പാർട്ടികൾ പുറത്തേക്ക് വരും. ആ പാർട്ടികളാണ് നമുക്ക് റേഡിയേഷൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു ശശിധരൻ. നാരായണത് ചോദ്യം ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, അത് ചോദിക്കുന്നോ? ഓക്കെ, എനിക്ക് ഈ ഗ്രാവിറ്റിയില് ഞാൻ എൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ സാധാരണ പഠിച്ചിരുന്നത് ഗ്രാവിറ്റി എന്നത് ഇപ്പൊ m1 × m2 / d². അപ്പൊ അതൊരു അതിന്റെ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതില് ഇപ്പം പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഒരു ടെമ്പറേച്ചറിന്റെ ഒരു കോമ്പണന്റ് കൂടെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ I did not quite understand what the whole concept is. Maybe I'm നമ്മള് ന്യൂട്ടന്റെ ഇതിലാണ് നമ്മൾ രണ്ട് ഓബ്ജക്ട്സ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അട്രാക്ട് ചെയ്യണതിന്റെ ഫോഴ്സ് എന്നുള്ളത് m1 × m2 / r² എന്നുള്ള പ്രൊപ്പോർഷണാലിറ്റിയിലാണ്. അത് നമ്മൾ ന്യൂട്ടന്റെ പെർസ്പെക്റ്റീവിലാണ് ഒരു ഫോഴ്സ് എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ഐൻസ്റ്റീന്റെ പെർസ്പെക്റ്റീവിൽ എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഇല്ല. അതായത് രണ്ട് ബോഡീസ് നമ്മൾ അട്രാക്ട് ചെയ്യണം, ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടെ അട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു ഫോഴ്സ് ആണ് അവിടെ റോൾ പ്ലേ ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പോലെയോ അല്ലെങ്കിൽ മറ്റേ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പോലെയോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പോലെയോ ഒരു ഫോഴ്സ് ആണ് ന്യൂട്ടന്റെ പെർസ്പെക്റ്റീവിൽ ഗ്രാവിറ്റി. ഐൻസ്റ്റീന്റെ പെർസ്പെക്റ്റീവിൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സ് അല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു ബോള് എന്താ പറയാ അതിന്റെ കർവേച്ചറിന് അതിന്റെ അവിടുത്തെ കർവേച്ചർ ഉള്ള കാരണം കൊണ്ട് ആ ബോള് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ അതിന്റെ കർവേച്ചറിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. കാരണം വെച്ചാൽ അവിടെ സ്പേസ് ടൈം കർവ്ഡ് ആണ്. അപ്പൊ അവിടെ ഒരു ഫോഴ്സ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ അവിടെ അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നുമില്ല. അവിടെ ഒരു കർവേച്ചർ ഉണ്ട്, ആ കർവേച്ചർ കാരണം കൊണ്ട് ആ ബോഡി അങ്ങനെ മൂവ് ചെയ്യുന്നു. അതാണ് ഐൻസ്റ്റീന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഐൻസ്റ്റീന്റെ പെർസ്പെക്റ്റീവ് ഓഫ് ഗ്രാവിറ്റി. നമുക്ക് ആ കർവേച്ചർ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കും ആ ബോൾ ഒരു പ്രത്യേക രീതിക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു ഫോഴ്സ് ആണ് അവിടെ അട്രാക്ട് ചെയ്യുന്നത്. അതാണ് ന്യൂട്ടൺ ആലോചിച്ചത്. പക്ഷെ ഐൻസ്റ്റീൻ പറഞ്ഞത് അവിടെ ഫോഴ്സ് അല്ല ഉള്ളത്, അവിടെ കർവേച്ചർ ഉള്ള കാരണം കൊണ്ടാണ് നമുക്കത് ഇതാവണത്. അപ്പൊ കർവേച്ചർ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫോഴ്സും നമുക്ക് കോണ്ടൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇന്ററാക്ഷൻസ് ആയിരുന്നു. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന നേരത്ത് ഫോഴ്സ്, രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന നേരത്ത് ആ ഇന്ററാക്ഷൻ നമുക്ക് എന്താ പറയാ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് വേറൊരു പാർട്ടിക്കിൾസിന്റെ എക്സ്ചേഞ്ച് കാരണം കൊണ്ടാണ് നമ്മൾ അത് നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ 3 ഫോഴ്സസും നമുക്ക് കോണ്ടൈസ് ചെയ്യാൻ പറ്റി. അതായത് ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോൺ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഈ ഇലക്ട്രോണും പ്രോട്ടോണും നമ്മൾ ഇന്ററാക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ആയുള്ള ഇന്ററാക്ഷൻ ആണ്. ഇത് നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മറ്റേ കുളുംസ് ലോ വെച്ചിട്ട് ന്യൂട്ടന്റെ ലോ പോലെ തന്നെ കുളുംസ് ലോ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അട്രാക്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ഈ അട്രാക്ട് ചെയ്യണതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു വെർച്വൽ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ആ പാർട്ടിക്കിൾ കാരണം കൊണ്ടാണ് നമുക്ക് ആ അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബാക്കിയുള്ള 3 ഫോഴ്സസും അവിടെ ഫോഴ്സസ് തന്നെയായിട്ട് റിമെയിൻ ചെയ്തു. GR എന്നുള്ളത് അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്നുള്ളത് ഫോഴ്സ് എന്നുള്ള നേച്ചറിൽ നിന്ന് മാറി ഒരു കർവേച്ചർ എന്നുള്ള ഒരു അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് അവിടെ ഫോഴ്സ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോഴ്സസ് കോണ്ടൈസ് ചെയ്ത പോലെ ഗ്രാവിറ്റിനെ നമുക്ക് കോണ്ടൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗ്രാവിറ്റിനെ കോണ്ടൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഗ്രാവിറ്റിക്ക്
വേറെ നമ്മൾ ഒബ്സർവേഷനിൽ കാണുന്ന വേറെ പല പല സാധനങ്ങളുടെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പോഴാണ് നമ്മൾ വേറെ എങ്ങനെ ഇതിനെ ഫർദർ ആയിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് നിർത്തിയാൽ മതിയോ, ഇത് കർവേച്ചർ എന്നല്ലാതെ ഇതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഈ സ്പേസ് ടൈമിന് കർവേച്ചർ മാത്രമല്ല, ഈ കർവ്ഡ് ആയിട്ടുള്ള സ്പേസ് ടൈമിന് നമുക്ക് വേണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ചൂട്, നമ്മൾ ലിറ്ററലി ചൂട് പോലെ തന്നെ. അപ്പൊ ആ ചൂട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, ഏതൊരു ഒബ്സർവർക്കും നമുക്ക് ഒരു ആക്സിലേറ്റിംഗ് ഒബ്സർവർക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, ഇപ്പൊ ഞാൻ ആക്സിലേറ്റ് ചെയ്യുന്ന ഒബ്സർവർക്ക് ചുറ്റും ഇതാണ് സ്പേസ് ടൈം. അതുപോലെ ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ടെങ്കിൽ അയാൾക്കും അതുപോലെ തന്നെ ഒരു ഹൊറൈസൺ ഉണ്ടാക്കാൻ പറ്റും. ആ ഹൊറൈസൺ നമുക്ക് ടെമ്പറേച്ചർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊരു ആൾക്കും അതുപോലെ ഒരു ടെമ്പറേച്ചർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മാത്തമാറ്റിക്കലി ഒരു ഡെറിവേഷൻ ആണ്. അതായത് നമ്മൾ ലിറ്ററലി നമുക്ക് അവിടെ ചൂട് അനുഭവപ്പെടുന്നല്ല, ആൾക്കല്ല അനുഭവപ്പെടുന്നത്. ആൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഹൊറൈസൺ, ആൾക്ക് അവിടെ നിന്നിട്ട് ആ ചൂട് അനുഭവപ്പെടല്ലേ ചെയ്യുന്നത്, ആൾക്ക് ആ ഹൊറൈസണിന്റെ അവിടെ നിന്ന് ഒരു ടെമ്പറേച്ചർ റേഡിയേഷൻ വരുന്ന പോലെ ആൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ടൈമിന് അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആൾക്കത് മാത്തമാറ്റിക്കലി ആൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു മാത്തമാറ്റിക്കൽ ആർഗ്യുമെന്റ് ആണത്. അപ്പൊ ഏതൊരു ഒബ്സർവർക്ക് അങ്ങനെ പറ്റുകയാണെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെ ചൂടാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള കാരണം കൊണ്ടാണ് ഏതൊരു ഒബ്സർവർക്കും ഈ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത്. അപ്പൊ അതിനർത്ഥം സ്പേസ് ടൈമിന് കർവേച്ചർ മാത്രമല്ല, അതിന് ടെമ്പറേച്ചർ എന്നുള്ള പ്രോപ്പർട്ടി കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്പേസ് ടൈമിന് ഒരു ടെമ്പറേച്ചർ എന്നുള്ള പ്രോപ്പർട്ടി കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്പേസ് ടൈമിന് ഒരു സബ്സ്ട്രക്ചർ ഉണ്ടാവും എന്നുള്ളതാണ് പത്മനാഭന്റെ ആർഗ്യുമെന്റ്. ഈ സബ്സ്ട്രക്ചർ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് അതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഔട്ട്ലൈൻ പറയുന്നത്. ഞാനിതിനെ ചേർത്ത് ഒരു സാധനോടെ ചോദിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സലില് ഇപ്പം നമ്മുടെ ഗ്രാവിറ്റി എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണല്ലോ കണക്കെടുക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങ് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം യൂണിവേഴ്സ് എന്നത് ഇപ്പൊ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാവിറ്റികളുള്ള കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് പോലെ ചില സ്ഥലത്ത് കൂടുതൽ ഗ്രാവിറ്റി ഉണ്ടാവും, ചില സ്ഥലത്ത് കുറഞ്ഞ ഗ്രാവിറ്റി ഉണ്ടാവും, ചില സ്ഥലത്ത് തീരെ ഗ്രാവിറ്റി ഇല്ലാതിരിക്കാം. ദിസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് മാറ്റർ ഓർ ദ ഗ്രാവിറ്റേഷണൽ സബ്ജക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് സ്പെസിഫിക് ഏരിയ. അപ്പൊ അങ്ങനെ നമ്മളെ യൂണിവേഴ്സിന് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ വിവിധ ഇടങ്ങളിൽ വിവിധ രീതിയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നില്ല, ഗ്രാവിറ്റേഷണൽ കേർവ്സ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരുപാട് കേർവ്സിന്റെ ഒരു കൂട്ടമാണോ യൂണിവേഴ്സ് എന്ന് പറയുന്നത്? ഐൻസ്റ്റീന്റെ പെർസ്പെക്ടീവ് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഒരുപാട് കർവേച്ചറുകളുടെ ഒരു കൂട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു മാസീവായിട്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കർവേച്ചർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചുറ്റും കുറെ മാസീവായുള്ള ഒബ്ജക്റ്റ്, എല്ലാ ഒബ്ജക്റ്റിനും മാസ് ഉണ്ട്. അതായത് റെസ്റ്റ് മാസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ റെസ്റ്റ് മാസ് പറഞ്ഞാൽ മൂവി കണ്ടിരിക്കുന്ന ഒരു മാസമാണ് റെസ്റ്റ് മാസ് പറയാം. മൂവി കാരണം കൊണ്ട് നമുക്ക് വേറെ മാസ് വരും. അപ്പൊ ലൈറ്റിനും ഗ്രാവിറ്റേഷണൽ വേവ്സിനും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് റെസ്റ്റ് മാസ് ഉണ്ടെന്നാണ് നമ്മൾ പറയാം. അപ്പോൾ എല്ലാ ഒബ്ജക്ട്സിനും മാസ് കാരണം കൊണ്ട് എല്ലാ ഒബ്ജക്ട്സും ടോട്ടൽ യൂണിവേഴ്സിൽ ഒരു കർവേച്ചർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ കർവേച്ചർ എന്നുള്ളത് വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒബ്ജക്ട്സ് എല്ലാം റിമൂവ് ചെയ്തു, അതായത് യൂണിവേഴ്സിൽ ഒരു ഒബ്ജക്റ്റ് ഇല്ല നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിന് ഒരു കർവേച്ചർ ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഒരു ഫ്ലാറ്റ് ഫാബ്രിക് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാനിപ്പോ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഞാൻ എടുത്ത് മാറ്റി. അതായത് ഇപ്പൊ ഒരു റബ്ബർ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ കുറെ ഒബ്ജക്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒബ്ജക്ട്സ് ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ അത് റബ്ബർ ഷീറ്റ് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അപ്പൊ അത് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുക, അല്ലാതെ അതിന് ഇൻട്രിൻസിക് ആയിട്ട് ഒരു കർവേച്ചർ ഉണ്ടോ, അതാണ് നമ്മൾ സ്പേസ് ടൈമിന്റെ ജോമെട്രി അല്ലെങ്കിൽ സ്പേസ് ടൈമിൽ ഒരു കർവേച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരിക. അപ്പൊ അങ്ങനെ 3 പോസിബിലിറ്റീസ് ആണ് നമുക്ക് പറയാം. ഒന്ന് ഫ്ലാറ്റ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ അതൊരു സ്പിയർ പോലെ, ഒരു നമ്മുടെ എർത്തിന്റെ പോലെ തന്നെ എന്താ പറയാ, അതൊരു സ്പിയറിന്റെ സർഫസ് ആയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർബോളയുടെ സർഫസ് ആയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ സ്പേസ് ടൈമിന്റെ ജോമെട്രി എന്നുള്ള രീതിക്ക് നമ്മൾ പറയാം. അപ്പൊ ഈ പ്ലാനറ്ററി മോഷൻസ് എന്ന് പറയുന്നത് ഈ പ്ലാനറ്റ്സുകൾ ഈ സ്ലോപ്പിൽ കൂടെ അങ്ങനെ ഒഴുകി പോകുന്നത് മാത്രമാണ്. ശരിക്കും നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ് ഇപ്പം എർത്ത് സൂര്യന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ന്യൂട്ടോണിയൻ ഫിസിക്സ് പ്രകാരം അതിന്റെ ഒരു ഫോഴ്സ് കാരണമാണ്. പക്ഷെ ഐൻസ്റ്റീന്റെ പ്രിൻസിപ്പിൾസ് വരുമ്പോഴേക്കും ഇത് കേവലം ഈ ഒരു കർവേച്ചറിലേക്ക് കൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ഇത്. ഓക്കെ, അനൂപിന് ചോദ്യം ഉണ്ടോ? ഒരു ചോദ്യം. താങ്ക് യു നാരായണൻ. അനൂപ് അൺമ്യൂട്ട് ചോദിച്ചു. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ ഇവന്റ് ഹൊറൈസൺ എടുത്തിട്ട് ഒരു പാർട്ടിക്കിള് അകത്തേക്കും വേറൊരു പാർട്ടിക്കിള് പുറത്തേക്കും പോകുന്നു എന്നൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ആ പാർട്ടിക്കിള് തമ്മിൽ അത് ഒരേ മാസമുള്ള പാർട്ടിക്കിൾസ് ആണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് രണ്ടും തമ്മിൽ സ്പിന്നിന്റെ വ്യത്യാസം, ഓപ്പോസിറ്റ് സ്പിൻ ആണെന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതായത് എന്റെ ഡൗട്ട് രണ്ടാണ്. ഒന്ന്, ഈ രണ്ട് പാർട്ടിക്കിളും ഇപ്പൊ സപ്പോസ് ഈ ബ്ലാക്ക് ഹോളിലേക്ക് പോകുന്ന പാർട്ടിക്കിളും ബ്ലാക്ക് ഹോളിന്റെ വെളിയിലേക്ക് വരുന്ന പാർട്ടിക്കിളും കൂടെ ഒന്നിച്ച് ചേർത്താൽ നമുക്ക്
ഒരു വാക്യൂം കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇതിന് രണ്ടും കൂടെ മാസ് ചേരുമ്പം M1+M2 അല്ലേ ആകുന്നത്? അത് അങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടെ വീണ്ടും പിന്നെ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വയലേഷൻ അല്ലേ നടക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാക്വം കിട്ടും എന്നുള്ളതാണ്. ഇത് വാക്വം എന്നുള്ള രീതിക്ക് നമ്മൾ സാധാരണ രീതിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയാണ് നമ്മൾ വാക്വം ആയിട്ട് പറയാം. അതായത് അവിടെ ഒന്നുമില്ല, അതായത് ഒരു സ്പേസ് എടുക്കുകയാണ്, ഞാൻ ബോക്സ് എടുത്തു, ആ ബോക്സിനുള്ളിൽ വേറെ ഒരു സംഭവം ഇല്ലെങ്കിലാണ് നമ്മൾ എന്താ പറയാ വാക്വം ആണെന്ന് പറയാം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരിക്കലും ഒന്നുമില്ലാത്തൊരു വാക്വം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എത്രയൊക്കെ നമ്മൾ പാർട്ടിക്കിൾസിന് എടുത്ത് കളഞ്ഞാലും കംപ്ലീറ്റ്ലി അവിടെ ഒരു പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും വാക്വത്തിന് ഇറ്റ്സെൽഫ് ഒരു എനർജി കണ്ടന്റ് ഉണ്ടാവും. അതായത് വാക്വത്തിന് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഉണ്ടെന്ന് പറയും. അതായത് വാക്വത്തില് എങ്ങനെയൊക്കെ നമുക്ക് പോയാലും കുറച്ച് എനർജി നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റാത്ത എനർജി ആ സ്പേസിൽ ഉണ്ടാവും. ആ എനർജി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എനർജിയാണ് രണ്ട് പാർട്ടിക്കിളായിട്ട് സ്പ്ലിറ്റ് ആവുകയും വീണ്ടും കമ്പൈൻ ചെയ്ത് വീണ്ടും എനർജി ആയി മാറിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ എത്ര റിമൂവ് ചെയ്താലും ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു എനർജി ലെവൽ ഉണ്ടാവും. അതായത് ഒരു ബോക്സ് എടുത്തു, ആ ബോക്സിൽ നിന്ന് എല്ലാ പാർട്ടിക്കിളും എടുത്ത് കളഞ്ഞു, എല്ലാ സംഭവത്തിനും ഞാൻ കളഞ്ഞാലും അതിന്റെ ഉള്ളിൽ കുറച്ച് എനർജി ബാക്കിയുണ്ടാവും. അതിനാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ആ സ്പേസിന്റെ അല്ലെങ്കിൽ വാക്വത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിട്ട് നമ്മൾ പറയുക. അപ്പൊ അത് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ എനർജിയാണ് രണ്ട് പാർട്ടിക്കിളായിട്ട് മാറുകയും അത് വീണ്ടും കമ്പൈൻ ചെയ്ത് വീണ്ടും ആ എനർജി ആയിട്ട് മാറുകയും ചെയ്യാം. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന എനർജിയാണ് ഈ M1+M2. രണ്ട് പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരെണ്ണത്തിന് മാസം M1 ആണ്, ഒരു മാസം M2 ആണ്. ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ ഈ M1+M2 ആയിരിക്കും. ഈ M1+M2 എന്നുള്ളത് നേരത്തെ എനർജി കണ്ടന്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വയലേറ്റ് ആവില്ല. കാരണം ഇനീഷ്യലി അവിടെ എന്തുണ്ടായിരുന്നു, എനർജി ഉണ്ടായിരുന്നു. ആ എനർജിയാണ് രണ്ട് പാർട്ടിക്കിളായിട്ട് മാറിയത്. അത് കഴിഞ്ഞ് അത് വീണ്ടും കൂടിച്ചേരുമ്പോൾ വീണ്ടും ആ എനർജി ആയിട്ട് മാറും. അപ്പൊ അതങ്ങനെ ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. താങ്ക് യു. രവീന്ദ്രൻ പ്ലീസ് അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് ചോദിക്കുന്നു. ഹലോ, ഹലോ ഹലോ, കേക്കാം. കേൾക്കാമോ? കേക്കാം. ആദ്യം നല്ലൊരു എക്സലന്റ് പ്രസന്റേഷന് നന്ദി പറയുന്നു. വളരെ നന്നായിരുന്നു. സാറേ വീഡിയോ ഓൺ ചെയ്യോ? വളരെ എക്സലന്റ് ആയിട്ടുള്ള പ്രസന്റേഷന് ഞാൻ നന്ദി പറയണം. വളരെ നന്നായിരുന്നു. അപ്പോ എനിക്കുള്ള ഒരു ചെറിയൊരു ഡൗട്ട് പറയുമ്പോൾ ഈ സ്പേസ് ടൈം കർവേച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഈ ഗ്രാഫിക്കലി ഇങ്ങനെ ഒരു പിക്ചറൊക്കെ വരച്ച് കാണിക്കുന്ന അതുപോലെ അല്ലല്ലോ ശരിക്കും സംഗതി. കാരണം അത് ഒരു ഡയമെൻഷനിൽ മാത്രമല്ലല്ലോ കർവേച്ചർ ഉള്ളത്. എല്ലാ ഈ ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള എല്ലാ ഡയമെൻഷനിലും കർവേച്ചർ ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒരു മനസ്സിലാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പ്ലെയിനിൽ മാത്രം കർവേച്ചർ ഉണ്ടാവണു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഇത് സ്പെറിക്കൽ ആയിട്ടുള്ള എല്ലാ ആംഗിളിലും കർവേച്ചർ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ശരിക്കും ഈ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന് വല്ലാത്ത മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം മാറ്റങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ ഈ ടൈമിന്റെ ആവശ്യം വരുള്ളൂ. അപ്പൊ മാറ്റങ്ങൾ ശരിക്കും അനലൈസ് ചെയ്യാമോ മനുഷ്യന്റെ ഈ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അളക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രം ഉള്ള ഒരു ആ മെഷർ ചെയ്യുന്ന ആ ഇതിൽ ഉൾപ്പെടുന്നതല്ലേ ഈ ടൈം. അല്ലാതെ ടൈം എന്നുള്ളതിന് വല്ല ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടോ? കാരണം നമ്മള് അതിനെ മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് ടൈം, അത് ഈ ഒബ്സർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാലസി അല്ലേ ടൈം എന്നൊരു സംശയം ഉണ്ട്. പക്ഷെ ഞാനത് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതിന്റെ എല്ലാവർക്കും എന്താണെന്ന് അതിന്റെ ഇത് പറയാം. താങ്ക് യു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതൊരു വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഈ റബ്ബർ ഷീറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ ബോൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമുക്ക് ജനറേറ്റിവിറ്റി എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് സംഭവം ചില നേരത്തെ ആൾക്കാർക്ക് മിസ്കൺസെപ്ഷൻ കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ബോൾ വെച്ചിട്ട് നമ്മളത് വയ്ക്കുമ്പോൾ നമുക്കത് കർവേച്ചർ ഉണ്ടാകുന്നത് റബ്ബർ ഷീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു 2D സർഫസ് ആണ്.
നമ്മൾ ഈ കർവേച്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2D സർഫസ് അല്ല. നമുക്ക് ആ 2D സർഫസിലുള്ള കർവേച്ചർ നമ്മൾ കാണാൻ പറ്റുന്ന കാരണം വെച്ചാൽ നമുക്ക് 3 ഡയമെൻഷൻ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതായത് എക്സ്, വൈ, സെഡ് അങ്ങനെ 3 ജോമെട്രിക്കലി നമുക്ക് 3 ഡയമെൻഷൻ പെർസീവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ 2 ഡയമെൻഷണൽ കർവേച്ചർ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി സ്പേസ് ടൈമിൽ നമ്മൾ പറയുന്ന കർവേച്ചർ ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 3+1 ഡയമെൻഷൻ, അതായത് 4 ഡയമെൻഷനിലാണ് അവിടുത്തെ കർവേച്ചർ സംഭവിക്കുന്നത്. അപ്പൊ ഈ 4 ഡയമെൻഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 5 ഡയമെൻഷൻ പെർസീവ് ചെയ്യാൻ പറ്റും. അതായത് ഏതാണോ കർവേച്ചർ അതിനേക്കാൾ ഒരു +1 ഡയമെൻഷനിലുള്ള ഒരു ബീയിങ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് 5 ഡയമെൻഷൻസ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് അവിടുത്തെ കർവേച്ചർ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ 3 ഡയമെൻഷൻ ബീയിങ്സ്, നമുക്ക് 3 ഡയമെൻഷൻ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇത് വെച്ച് പറയുന്നത്. എക്സാക്ട്ലി ശരിക്കും അവിടെ എന്താണെന്നുള്ളത് നമ്മളൊരു ജോമെട്രിക്കലി അല്ലെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് അത് മനസ്സിലാക്കണമെന്ന് ആവണമെങ്കിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അപ്രോക്സിമേഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ റബ്ബർ ഷീറ്റിന് മേത്ത് ബോൾ വെച്ചിട്ട് നമ്മൾ പറയുന്ന കർവേച്ചറൊക്കെ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ അല്ല. കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഹയർ ഡയമെൻഷൻ ബീയിങ്സ് ആയിരിക്കണം. അതായത് ഒരു 5 ഡയമെൻഷൻ ഒക്കെ പെർസീവ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈ സ്പേസിന്റെയും ടൈമിന്റെയും കർവേച്ചർ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് ടൈം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചാൽ ടൈം എന്നുള്ളത് ഓരോ ഫ്രെയിമിനനുസരിച്ച്, അതായത് ഇപ്പൊ ഞാൻ മെഷർ ചെയ്യുന്ന ടൈമും വേറൊരു ഒബ്സർവർ മെഷർ ചെയ്യുന്ന ടൈമും ഡിഫറെന്റ് ആണ്. അതായത് ടൈം എന്നുള്ളത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ അത് ഏത് ഫ്രെയിം അനുസരിച്ചിരിക്കും. അതായത് ഞാനിപ്പോ ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്താണ് ഞാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്ലോക്ക് അല്ലെങ്കിൽ ഞാൻ മെഷർ ചെയ്യുന്ന ടൈമും അതുപോലെ ഞാൻ ഭൂമിയിലുള്ള നേരത്തെ ഞാൻ മെഷർ ചെയ്യുന്ന ടൈമും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടൈം സാധാ പോലെയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ബ്ലാക്ക് ഹോളിന്റെ അടുത്താണെങ്കിലും ഭൂമിയിലാണെങ്കിലും അത് സാധാ ആയിരിക്കും. പക്ഷെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്സർവർക്കാണ് ടൈം ഡിഫറെന്റ് ആയിട്ടുള്ള രീതിക്ക് ഫ്ലോ ചെയ്യുന്ന രീതിക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ ടൈം റിലേറ്റീവ് ആണെന്ന രീതിക്ക് നമ്മൾ ജനറേറ്റീവിൽ പറയാം. പക്ഷെ അതല്ലാതെ എന്താണ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ മൊമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസർ ഇല്ല. അതായത് എന്റെ ഒരു അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി സയന്റിഫിക്കലി ആക്യുറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. എൻട്രോപ്പിയുടെ ഇൻക്രീസിങ് ഡയറക്ഷനിലാണ് ടൈം ഫ്ലോ ചെയ്യുക. അപ്പൊ എൻട്രോപ്പി ആയിട്ട് ടൈമിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇതാവുന്നുണ്ട്. കുറെയൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ എന്താണ് ടൈം എന്നുള്ളത് വരുമ്പോൾ കുറച്ചും കൂടെ സയന്റിഫിക്സിനേക്കാളും കൂടുതലായിട്ട് കുറച്ചും കൂടെ ഫിലോസഫിക്കലി ഉള്ള രീതിക്ക് ആ ഡയറക്ഷനിലേക്കാണ് കുറെ കൂടി പോലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ ആൻസർ ഇല്ല എന്താണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു രവീന്ദ്രൻ ഫോർ ദ ക്വസ്റ്റ്യൻ. ആൻഡ് ഹരീഷ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഇതിനകത്ത് പറഞ്ഞല്ലോ ഈ സർഫേസിന് പുറത്തുള്ള ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, സർഫേസിനുള്ളിലുള്ള അകത്തുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വലൈസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത് എന്ന്. അതുപോലെ വേറൊരിടത്ത് പറഞ്ഞു എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉള്ളതെന്ന്. ഇപ്പൊ എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിലെ തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് അല്ലേ വേൾഡ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്, യൂണിവേഴ്സ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. അതേ സംഭവം തന്നെയല്ലേ എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാന്ന് പറയുന്നത്? അത് തന്നെയാണോ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ആവുക പറയുന്നത്? അതും ശരിയാണ്. അതായത് നമ്മൾ പല രീതിക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. അതായത് ഈ നമ്പർ ഓഫ് ഡിഗ്രീസ് സർഫസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ആക്കാൻ വേണ്ടി നോക്കാന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാൻ നോക്കാന്നുള്ളതും ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻസ്. അത് തന്നെയല്ലേ സന്തുലിതാവസ്ഥ, തെർമൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് വേൾഡ് മൂവ് ചെയ്യുന്നത്, യൂണിവേഴ്സ് മൂവ് ചെയ്യുന്നത്. അത് ആൾക്കാർക്ക് ആ രീതി പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് തോന്നുന്നു. എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്താണെന്ന് ഐഡിയ പിടികിട്ടില്ല. പക്ഷെ വ്യത്യസ്ത ടെമ്പറേച്ചറിലുള്ള രണ്ട് ഒബ്ജക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് മാറും. അതാണ് യൂണിവേഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ. അതായത് ഈ എൻട്രോപ്പി മാക്സിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പോലെ സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് ആണ് ഈ മാക്സിമൈസേഷൻ ഓഫ് എൻട്രോപ്പി. അതായത് ഏതൊരു ഒബ്ജക്റ്റും അതിന്റെ എൻട്രോപ്പി മാക്സിമൈസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഇവോൾവ് ചെയ്യുക എന്നുള്ളത് സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ആ രീതിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭന്റെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും തെർമോഡൈനാമിക് പെർസ്പെക്ടീവില് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സിന്റെയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. പക്ഷേ ഇത് എൻട്രോപ്പി മാക്സിമൈസേഷൻ മാത്രം പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ സിസ്റ്റത്തിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് ഗ്രാവിറ്റേറ്റിംഗ് ബോഡീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻട്രോപ്പി മാക്സിമേഷൻ എന്നുള്ള ഒറ്റ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സാക്ട്ലി എങ്ങനെയാണ് അതിന്റെ ഡൈനാമിക്സ് എന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേസമയം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഡൈനാമിക്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മാത്തമാറ്റിക്കലി സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്
ഇവിടെ എത്തി അവിടെ നിന്നും വെച്ചാൽ മാത്തമാറ്റിക്കലി രണ്ടും ഈക്വലന്റ് ആയതുകൊണ്ട് രണ്ടിലെ ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയാ എളുപ്പമല്ല, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അതെ സയന്റിഫിക് ആക്ടില് കുറച്ചും കൂടെ പത്മനാഭന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് ആ രീതിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ചോദ്യം കൂടെ. ഈ ക്വാണ്ടം ഗ്രാവിറ്റിയില് ജനറൽ റിലേറ്റിവിറ്റിയില് സ്പേസ് ടൈമിനെ കണ്ടിന്യൂസ് ആയിട്ടാണല്ലോ കാണുന്നത്. അത് ക്വാണ്ടൈസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ക്വാണ്ടം ഗ്രാവിറ്റി റിസർച്ചിൽ ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസ് ചെയ്തിട്ടാണല്ലോ അത് ചെയ്യുന്നത്. ഇപ്പൊ ചില റിസർച്ചേഴ്സ്, അതായത് കാർലോ റിവല്ലി ഒക്കെ പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള റിസർച്ചേഴ്സ്, അവർ പറയുന്നത് ഈ സ്പേസ് ടൈമിനെ ഒരു ഗ്രാനുലർ സ്ട്രക്ചർ ആയിട്ട് കണ്ടാലേ ഇതിനെ രണ്ടിനെയും കൂടെ സമന്വയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് കമന്റ് ചെയ്യാൻ പറ്റും? ഈ സ്പേസ് ടൈമിന് ഒരു സബ്സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ സ്പേസ് ടൈമിന് ഒരു ഗ്രാനുലാർ നാച്ചർ എന്നുള്ളത് പത്മനാഭം മാത്രമല്ല, തണുപത്മനാഭം മാത്രമല്ല, പലരും ഇതിന്റെ ഈ ഒരു അസംഷനിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പല രീതിക്കായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ പത്മനാഭന്റെ ആർഗ്യുമെന്റ്സ് കൂടുതലും തെർമോഡൈനാമിക് ഇന്റർപ്രിട്ടേഷൻസ് വെച്ചിട്ട് ഗ്രാവിറ്റി തെർമോഡൈനാമിക്കലി നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു സബ്സ്ട്രക്ചർ ഉണ്ടാവും. ആ ഒരു മോട്ടിവേഷനിലാണ് താണുപത്മനാഭൻ എത്തിയത്. അതുപോലെ സ്ട്രിംഗ് തിയറി വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്കിന് സ്പേസ് ടൈമിന് സബ്സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ നമുക്ക് ഡയറക്ഷൻസ് പല രീതിക്കും പല ഡയറക്ഷൻസിൽ നിന്നും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ കോസൽ സെറ്റ് തിയറി എന്ന് പറഞ്ഞിട്ട് വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടൊരു അപ്രോച്ചിലും ഇതുപോലെ തന്നെ സ്പേസിന് സബ്സ്ട്രക്ചർ ഉണ്ടെന്നുള്ള അസംഷൻസും അല്ലെങ്കിൽ അതുപോലെയുള്ള കൺക്ലൂഷൻസ് എത്തിയിട്ടുണ്ട്. അതുപോലെ സ്ട്രിംഗ് തിയറിയിലാണെങ്കിലും ഈ ഒരു ടൈപ്പ് കൺക്ലൂഷൻസ് ഉണ്ട്. ഈവൻ പത്മനാഭന്റെ ഈ സർഫസിലെയും ബൾക്കിലെയും ടൈംസും ഇക്വേറ്റ് ചെയ്യാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിംഗ് തിയറിലെ റിസൾട്ട് ആയിട്ടുള്ള ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് ഈ ഒരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കൺക്ലൂഷൻസിലേക്കാണ് എത്തുന്നത്. പക്ഷെ പലരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്, എൻഡിങ് പോയിന്റ് ഈ ഒരു എൻഡിങ് പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ പലരും പല ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ താണുപത്മനാഭനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ എക്സാക്ട് ആയിട്ടുള്ള നാച്ചർ ശരിക്കും ഹോക്കിംഗ് റേഡിയേഷൻ വെച്ചിട്ടായിരുന്നില്ല അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ പോയിന്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ കുറച്ചും കൂടെ ആൾക്കാർക്ക് പോപ്പുലർ ആൾക്കാർ കുറച്ചും കൂടെ ഹോക്കിംഗ് ബ്ലാക്ക് ഹോൾ റേഡിയേഷൻ ഒക്കെ ആൾക്കാർ കുറച്ചും കൂടെ കേട്ടുപരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഡയറക്ഷനിൽ ഞാൻ പറഞ്ഞത്. എക്സാക്ട്ലി പത്മനാഭൻ ശരിക്കും ആ ഒരു ഡയറക്ഷൻ അത്ര പ്രിഫർ ചെയ്യാത്തൊരു ഡയറക്ഷനാണ്. അദ്ദേഹത്തിന് കുറച്ചും കൂടെ അതിൽ കുറച്ചും കൂടെ എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ വേറെയാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം കംപ്ലീറ്റ്ലി തെർമോഡൈനാമിക് പെർസ്പെക്റ്റീവിലാണ് അദ്ദേഹം ഡെറൈവ് ചെയ്യുന്നത്. ബ്ലാക്ക് ഹോൾസ് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഒബ്ജക്ട് ഒരു സ്പെസിഫിക് റിസൾട്ട് മാത്രമായിട്ട് അദ്ദേഹം എടുക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചാറ്റിലുണ്ട്, ചെറിയ ചോദ്യങ്ങളാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും ലാസ്റ്റ്, ഈസ് ദാറ്റ് സബ്സ്ട്രക്ചർ പാർട്ടിക്കിൾ ലൈക്ക് ഓർ സംതിങ് എൽസ്? ലിനക്സ് ആണ് പറഞ്ഞത്. പിന്നെ വേറൊരു ചോദ്യങ്ങളുണ്ട്, പറഞ്ഞോളൂ. ഫസ്റ്റ് ഞാൻ റിവേഴ്സ് ഓർഡറിൽ പോവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡറിൽ പോവാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മനോജ് ടി മനോഹരൻ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എന്താ പറയാ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എങ്ങനെയാണ് എന്താ പറയാ ഇതിന്റെ സ്റ്റാറ്റിക്സിന്റെ ഗ്രാവിറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എന്താ പറയാ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്റെ അറിവ് പ്രകാരം ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായുള്ള അപ്രോച്ചസ് നമ്മൾ എക്സാക്ട്ലി അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും നമ്മൾ ഇവിടുത്തെ ആറ്റംസ് ഓഫ് സ്പേസ് ടൈമിൽ നമുക്ക് ക്രിയേറ്റ് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാനോ അറ്റ് ദ മൊമെന്റ് പറ്റില്ല. അറ്റ് ദ മൊമെന്റ് ആരും ചെയ്തിട്ടില്ലാന്നാണ് എൻ്റെ അറിവുള്ളത്. നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സബ്സ്ട്രക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈവൻ സബ്സ്ട്രക്ചർ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി മാക്രോസ്കോപ്പിക് ആയുള്ള വേരിയബിൾസിന്റെ ബേസിസിലാണ് നമ്മൾ ഫുൾ ഈ ഒരു തിയറിയുടെ ഫുൾ ഫോർമുലേഷൻ വരുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള പിക്ചർ വരുമ്പോൾ അതിന്റെ ഒരു അപ്രോക്സിമേഷൻ ആയിട്ട് വരും. എന്ന് വെച്ചാൽ തെർമോഡൈനാമിക്സ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന്റെ ഒരു അപ്രോക്സിമേഷൻ ആണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞത് ഒരു അപ്രോക്സിമേഷൻ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഡീപ്പർ ആയിട്ടുള്ള നേച്ചർ വരുമ്പോൾ ഡീപ്പറായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡീപ്പറായിട്ടുള്ള ആൻസേഴ്സ് വരണമെങ്കിൽ എന്താണ് ഈ സബ്സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റ് ദ മൊമെന്റ് നമുക്ക് അത് എന്താണെന്നുള്ളതിനെ പറ്റി ധാരണയില്ല. കാരണം ഇപ്പോൾ തണുപ്പത്നാവ് മാത്രമല്ല പലരും ഈ ഒരു കൺക്ലൂഷനിലെത്തി നിൽക്കുന്നുണ്ട്, എന്താ പറയുക സബ്സ്ട്രക്ചർ ഉണ്ടാവാൻ ചാൻസ് എന്നുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, അതായത് ഇത് ഗ്രാവിറ്റിനെ കോണ്ടൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച് മാത്രമാണ്. ഞാൻ നേരത്തെ കാണിച്ച തിയറീസിൽ പലരും പല ഡിഫറെന്റ് ആയ ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമുള്ള കാര്യമില്ല, സബ്സ്ട്രക്ചർ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമുള്ള കാര്യമില്ല. പക്ഷെ ഏതൊരു ഗ്രാവിറ്റേഷണൽ തിയറി വന്നാലും ഈ തെർമോഡൈനാമിക് ഇന്റർപ്രിട്ടേഷൻസ് എന്തുകൊണ്ട് ഇങ്ങനെ ഗ്രാവിറ്റിക്ക് തെർമോഡൈനാമിക് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഒരു തിയറി ബാധ്യസ്ഥനായിരിക്കും. കാരണം ഇത് ഈ തെർമോഡൈനാമിക് ഇന്റർപ്രിട്ടേഷൻസ് വളരെ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ സബ്സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു
അതിന്റെ ഒരു കൺക്ലൂഷൻ. അതല്ല വേറെ തിയറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെർമോഡൈനാമിക് റിലേഷൻ വരുന്നു, ഇതൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഏത് തിയറി വന്നാലും ആ തിയറിക്ക് ഇത് ടേക്കിംഗ് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതാരണം കൊണ്ട് ആറ്റംസ് ഈ സ്പേസ് ടൈം സബ്സ്ട്രക്ചർ ഉണ്ടാവും, ആറ്റംസ് ഓഫ് സ്പേസ് ടൈം ഉണ്ട്. അങ്ങനെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം പലരും പല ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോഡിഫൈഡ് തിയറീസ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫീൽഡാണ്. അപ്പൊ എല്ലാവരുടെ ഡയറക്ഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഏതായിരിക്കും എന്നുള്ളത് നമ്മൾ വരും കാലത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഏത് തിയറി വന്നാലും അത് ഈ തെർമോഡൈനാമിക് ഇന്റർപ്രിറ്റേഷന് കൊടുക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതായിരിക്കും നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഈസ് ദാറ്റ് സ്ട്രക്ചർ പാർട്ടിക്കിൾ ലൈക്ക്? അത് ഒരാളുടെ തന്നെയാണ്. വാട്ട് ഈസ് ദ ഡയമെൻഷനാലിറ്റി ഓഫ് സ്ട്രക്ചർ? ഏറ്റവും ലാസ്റ്റ്. ഓക്കെ, ഈ സ്പേസ് ടൈമിന്റെ സബ്സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്താണ് ഈ സബ്സ്ട്രക്ചർ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല. നമുക്ക് അതിന്റെ ഈ സബ്സ്ട്രക്ചറിന്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമുക്ക് അടുത്ത മൊമെന്റ് ഒരു ഫിസിക്കൽ ഒരു ഇൻറ്റ്യൂഷനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സബ്സ്ട്രക്ചർ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അരക്കുറ അത് ക്വാണ്ടം ഗ്രാവിറ്റി നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത പോലെ ആയിരിക്കും. കാരണം സബ്സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതാണ് അതിന്റെ തിയറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാണ്ടം ഗ്രാവിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് നോബലും കിട്ടും. കാരണം ക്വാണ്ടം ഗ്രാവിറ്റി എന്നുള്ള അറ്റ് ദ മൊമെന്റ് ഏറ്റവും വലിയ എല്ലാവരും സീക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് അറ്റ് ദ മൊമെന്റ് എനിക്ക് അറിയില്ല, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. പക്ഷെ എന്താണെന്ന് ഈ സബ്സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്ന കാര്യം. സപ്പോസ് അങ്ങനെ സബ്സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നു. Okay, thank you, Harish, and thanks everyone for asking questions. Your question answer session also was very interesting. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എല്ലാം വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്ത ഹരീഷിന് താങ്ക്സ് എ ലോട്ട് ഫ്രം സയൻസ് പീപ്പിൾ ആൻഡ് അതിൻ്റെ ഓഡിയൻസിൻ്റെ പേരിലും സയൻസ് പീപ്പിളിൻ്റെ പേരിലും ഇത്ര നല്ലൊരു പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനും വേണ്ടിയിട്ട് ഹരീഷിന് താങ്ക്സ്.